ശ്രീകൃഷ്ണ ഭഗവാനോട് സ്വധാമത്തിലേക്ക് തിരിച്ചു പോകാനായിട്ട് ദേവന്മാരൊക്കെ വന്ന് അഭ്യർത്ഥിക്കുകയാണ്. അങ്ങനെ ശ്രീകൃഷ്ണ ഭഗവാനോട് ദേവന്മാരൊക്കെ വന്ന് അഭ്യർത്ഥിച്ച് കഴിഞ്ഞപ്പോൾ ഉദ്ധവർക്ക് മനസ്സിലായി. കാരണം ഒരു ഭക്തനെ മനസ്സിലാക്കുകയുള്ളൂ ഭഗവാൻ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. ഭഗവാന്റെ വാഞ്ചിതം എന്താണെന്ന് അറിയണമെങ്കിൽ ഭക്തനാകണം, ഭക്തനെ സാധിക്കുകയുള്ളൂ അല്ലേ. നമ്മളുടെ ഇപ്പോൾ ഒരു വീട്ടിലാണ് എങ്കിലും ഒരു കുഞ്ഞ് ദൂരയാത്രയ്ക്ക് പോകാൻ തുടങ്ങുമ്പോൾ ചിലപ്പോൾ അമ്മ പറയും, മോനെ ഇന്ന് നീ പോകണ്ട കേട്ടോ, ഇന്ന് പോയാൽ ശരിയാകില്ല എന്ന്. കാരണം എന്താ, അമ്മയ്ക്ക് മനസ്സിലാകും വേണ്ട ഇന്ന് വിടണ്ട, ഇന്ന് അയക്കേണ്ട എന്ന്. കാരണം അമ്മയുടെ മനസ്സങ്ങനെയാണ്. ആ കുട്ടിയുടെ യാത്ര എല്ലാം അമ്മയ്ക്ക് മനസ്സിലാകും. അതുപോലെ തന്നെ ഭക്തനറിയാൻ സാധിക്കും ഭഗവാന്റെ പ്രയാണവും ഭഗവാൻ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന്. അപ്പോൾ എന്തായാലും ഉദ്ധവൻ എല്ലാം കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്തിട്ട് ഉദ്ധവൻ ഭഗവാനിൽ ഭക്തി വെച്ച് പുലർത്തി ഭഗവാന്റെ അടുത്ത് ചെല്ലുകയാണ്. ഈ ഉദ്ധവരെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് കൂടുതലൊന്നും പറയണ്ട, കാരണം ഇദ്ദേഹം പറഞ്ഞു ഉദ്ധവോ ബുദ്ധി സത്തമ എന്നൊക്കെ പറഞ്ഞു അല്ലേ. ഉദ്ധവൻ കുട്ടിക്കാലത്ത് കൊച്ചു കുട്ടിയായിരിക്കുമ്പോൾ ഒരു 5 വയസ്സൊക്കെ ഉള്ള സമയത്ത് അമ്മ വിളിക്കും, മോനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണ്ടേ എന്ന് വിളിക്കുമ്പോൾ പറയും, നോ, എൻ്റെ പൂജ ഈസ് നോട്ട് ഓവർ അമ്മ, ഞാൻ പൂജ കഴിച്ചിട്ടേ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയുള്ളൂ. സാധാരണ 5 വയസ്സ് 3 വയസ്സൊക്കെ ഉള്ള കുട്ടികൾക്ക് കുട്ടിപ്രാന്തുള്ള കാലമാണ് അല്ലേ. ഈ കുട്ടിക്കളികൾ അല്ലെങ്കിൽ ഭഗവാന്റെ പൂജ കുട്ടിക്കളിയായിട്ട് ചെയ്ത് വളർന്നു വന്നവനാണ് ഉദ്ധവൻ. അങ്ങനെയുള്ള ഉദ്ധവൻ ഭഗവാന്റെ അടുത്ത് ചെന്നിട്ട് നാഹം തവാംഗ്രി കവലം ക്ഷണാർദ്ധമഭികേശവം തെക്തും സമുത്സഹേനാഥ സ്വധാമ നായമാമപി. എന്നെയും കൂടി കൊണ്ടുപോകുമോ ഭഗവാൻ? ഭഗവാൻ എവിടേക്കാണ് പോകുന്നതെന്ന് വന്നാൽ എന്നെയും കൂടി അവിടേക്ക് കൊണ്ടുപോകുമോ? എങ്ങനെ ഉദ്ധവ നിന്നെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകും? ഞാൻ ഭഗവാന്റെ ഗരുഡൻ്റെ പുറത്ത്, ഗരുഡനാകുന്ന സ്കൂട്ടിയിലല്ലേ അങ്ങ് പോകുക, ഞാൻ അതിൻ്റെ പുറകെ പിടിച്ചിരുന്നോളാം. നിനക്കറിയില്ല ഭഗവാൻ, എൻ്റെ ധാമം എന്നുള്ളത് ഗരുഡനൊന്നും എത്താൻ പറ്റില്ല. എത്ര ന അന്യത് പശ്യതി ന അന്യത് ശൃണോതി ന അന്യത് വിജാനാതി തദ്ഭൂമ. അതാണ് എൻ്റെ ധാമം. എൻ്റെ ധാമം എന്നുള്ളത് പരമമായിട്ടുള്ള ധാമം. എത്ര ന അന്യത് പശ്യതി, അവിടെ അവിടെ ഒന്നും കാണാനായിട്ട് സാധിക്കില്ല. എവിടെ ഒന്നും കേൾക്കാനായിട്ട് സാധിക്കില്ലയോ, എവിടെ ഒന്നും അറിയാനായിട്ട് സാധിക്കില്ലയോ, എവിടെ ആ പരമമായിട്ടുള്ള തത്വമല്ലാതെ വേറൊന്നുമില്ലയോ, അതാണ് ഉദ്ധവ എൻ്റെ ധാമം. തദ്ധാമ പരമം മമ യത് ഗത്വാന നിവർത്തന്തേ. അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഒരു തിരിച്ചുവരവുമില്ല. അതാണ് എൻ്റെ ധാമം. അപ്പോൾ ഉദ്ധവന് മനസ്സിലായില്ല അത്. അപ്പോൾ ഇനി എന്നാൽ ആ ധാമത്തെക്കുറിച്ച് എങ്ങനെ അവിടെ എത്തിയാൽ തിരിച്ചു വരേണ്ടെന്ന് പറയുന്നു. അതിനെ പ്രകാശിപ്പിക്കാനായിട്ട് അതത്ര ഭാതി ന ചന്ദ്രതാരകം നേമാ വിദ്യുതോ ഭാതി കുതോയം അഗ്നി. അതിനെ പ്രകാശിപ്പിക്കാനായിട്ട് ഈ സൂര്യനോ ചന്ദ്രനോ അഗ്നിക്കോ ഒന്നും സാധിക്കുകയില്ല. ഏതിനാലാണോ ഇവയെല്ലാം പ്രകാശിതമാകുന്നത്? ആ ധാമം, ആ പരമമായിട്ടുള്ള ധാമം, അവിടേക്ക് ഞാൻ പോയി കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ നീ ഇവിടെ തങ്ങേണ്ട ആവശ്യമില്ല ഉദ്ധവ. കാരണം പോയി ഉടനെ ആ നിമിഷം കലി ഇവിടെ പ്രാപിക്കുകയായി. ഞാനിവിടെ നിന്ന് പോയിട്ടുണ്ട് എങ്കിൽ കലി ഇവിടെ പ്രാപിക്കുകയായി. അപ്പോൾ അതുകൊണ്ട് എന്താ വേണ്ടത് എന്നാണെങ്കിൽ സർവ്വതും ഉപേക്ഷിച്ച് മനസ്സ് എന്നിൽ അർപ്പിക്കുക. ജ്ഞാനവും നേടി ജ്ഞാനിയെപ്പോലെ ഇവിടെ കഴിയുക. ജ്ഞാനിയെപ്പോലെ ഇവിടെ കഴിഞ്ഞാൽ ഇവിടെ ഒന്നും പിന്നെ ബാധിക്കില്ല, ഒരു ദുഃഖം ഉണ്ടാകില്ല. അപ്പോൾ ശ്രീകൃഷ്ണ ഭഗവാൻ ഉദ്ധവനോട് ഉപദേശിച്ച ഉപദേശങ്ങളാണ് ഉദ്ധവ ഗീത എന്നുള്ള പേരിൽ പ്രസിദ്ധമായി തീർന്നിട്ടുള്ളത്. മറ്റൊരു ഗീതയുണ്ടല്ലേ, ശ്രീമദ് ഭഗവത്ഗീത. ശ്രീമദ് ഭഗവത്ഗീതയെക്കാളും രസമാണ് ഉദ്ധവഗീത. ഉദ്ധവഗീതയും ശ്രീമദ് ഭഗവത്ഗീതയും ഏതാണ്ട് നമ്മൾ നോക്കുമ്പോൾ ഏതാണ്ട് തുല്യമാണ്. അതിൻ്റെ വലിപ്പത്തിലൊക്കെ രണ്ടും ഏതാണ്ട് തുല്യമാണ്. എങ്കിലും ഈ ഉദ്ധവഗീതയിൽ വളരെയധികം ഭക്തിരസമുണ്ട്.
ഭഗവത്ഗീതയിൽ ഭക്തി ഇല്ല എന്നല്ല കേട്ടോ, ഭഗവാൻ ഒരു അധ്യായം മുഴുവനും അവിടെ ഭക്തിക്കായിട്ട് കൊടുത്തിട്ടുണ്ട്. എന്ന് മാത്രമല്ല അവിടെ ഇവിടെയൊക്കെ ഭക്തിയും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എങ്കിലും ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം ഉദ്ധവഗീത എന്നുള്ളത് വളരെ എന്താ വളരെ രസമാണത്. ഏതുപോലെയാണെന്ന് പറഞ്ഞാൽ ആചാര്യന്മാർ പറയും, അരിഷ്ടം കഴിക്കുന്നത് പോലെയാണ്, ഒരു കഠിനവും ഇല്ല അതിന്. ഉദ്ധവന് ഭഗവാൻ പറഞ്ഞു കൊടുത്തത് അല്ലേ, അതായത് ആ ശ്രോതാവും വക്താവും തമ്മിലുള്ള ആ ഒരു കണക്ഷൻ ഉണ്ടല്ലോ, ആ ഒരു റിലേഷൻ അർജുനനും ശ്രീകൃഷ്ണനും തമ്മിലും അതുണ്ട്. പക്ഷെ എന്നാലും ഉദ്ധവൻ്റെ ആ ഭക്തിയാൽ അത് നമ്മൾക്കും, ഒരു ഭക്തരായിട്ടുള്ള നമ്മൾക്കും അത് വളരെയധികം മനസ്സിലാകാനായിട്ട് സാധിക്കും. എന്തായാലും ഈ ഉദ്ധവരോട് ഏകാദശ സ്കന്ധത്തിലാണ് ഈ ഉദ്ധവഗീതയെ പറയുന്നത്. ഇനിയിപ്പോൾ ഏകാദശ സ്കന്ധം എന്ന് പറയുമ്പോൾ തന്നെ ഏകാദശ ഇന്ദ്രിയങ്ങളെ കൊണ്ടും ഏകാദശ ഇന്ദ്രിയങ്ങളും അടക്കി മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണത്. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമ്മൾക്ക് ആ തത്വത്തെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ എല്ലാ മനസ്സും അതുപോലെ തന്നെ ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും എല്ലാം അടക്കി പാരമാർത്ഥികമായിട്ടുള്ള ആ സത്യത്തിലേക്ക് എല്ലാറ്റിനെയും ലയിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ എന്താണോ ആ ഒരവസ്ഥ, അതാണ് ഭഗവാന്റെ പരമമായിട്ടുള്ള ധാമം. അപ്പോൾ ഇപ്പോൾ ഈ കാണുന്നതൊക്കെയോ, അപ്പോൾ നമ്മളിപ്പോൾ ഇങ്ങനെ ഒരവസ്ഥയിലല്ലല്ലോ ഇരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ ഓടലും ചാടലും അതുപോലെ തന്നെ എത്രയൊക്കെ കാര്യങ്ങളാണ് ഇവിടെ നടക്കുക. ഇതൊക്കെ വ്യാവഹാരിക തലമാണ്. ഈ ഒരു സത്യത്തെ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ, പരമാർത്ഥികമായിട്ടുള്ള സത്യത്തെ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ പിന്നെ നമ്മൾക്ക് ഈ വ്യാവഹാരിക ദുഃഖങ്ങളൊന്നും നമ്മെ ബാധിക്കില്ല. ഭഗവാൻ തരുന്ന ഉറപ്പാണത്. ഇപ്പോൾ നമ്മളെല്ലാം ഈ ക്ഷേത്രത്തിൽ പോകുന്നതും സപ്താഹത്തിന് വരുന്നതും ഒക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? ദുഃഖങ്ങളുടെയൊക്കെ ഒരു നിവൃത്തിക്ക് വേണ്ടിയിട്ടാണ് അല്ലേ? മനസ്സിനൊരു ശാന്തി വേണം, ജ്ഞാനം വേണം. ജ്ഞാനമുണ്ടായെങ്കിലേ ദുഃഖ നിവൃത്തിയുള്ളൂ അല്ലേ? അപ്പോൾ ഈ ദുഃഖത്തെ പൂർണ്ണമായിട്ടും നമ്മൾക്ക് ഇല്ലാതെയാക്കാനായിട്ട് സാധിക്കും. എങ്ങനെയാ? ജീവിതം അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടാണോ? അല്ല. ഈ ജ്ഞാനം നേടിയിട്ടുണ്ട് എങ്കിൽ, ഈ ഉദ്ധവന് ഭഗവാൻ പറഞ്ഞു കൊടുത്ത ഈ ജ്ഞാനം നേടിയിട്ടുണ്ട് എങ്കിൽ നമ്മൾക്ക് പൂർണ്ണമായിട്ടും ദുഃഖം എന്നുള്ളത്, ദുഃഖത്തിൻ്റെ നിഴല് പോലും ഇല്ലാത്ത അവസ്ഥയിൽ എത്തിച്ചേരാൻ സാധിക്കും. ഇവിടെ എന്നും ചിരിച്ചുകൊണ്ട് ജീവിക്കാനും സാധിക്കും. എന്തൊക്കെ ദുഃഖങ്ങൾ ജീവിതത്തിൽ വന്നുകൊള്ളട്ടെ. അപ്പോൾ അതിനുള്ള ടെക്നിക്സാണ്, അല്ലെങ്കിൽ അതിനുള്ള ഉപദേശങ്ങളാണ് ഭഗവാൻ ഉദ്ധവർക്കായിക്കൊണ്ടിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആദ്യമേ തന്നെ പറയുകയാണ്, എന്താ മനസ്സിലാക്കേണ്ടത്? ആരാ ജ്ഞാനി എന്നാണെങ്കിലോ, എല്ലാറ്റിലും സകല ചരാചരങ്ങളിലും ഒരേ ഒരു തത്വം, ഒരേ ഒരു പരമാത്മാവാണ് ഇരിക്കുന്നതെന്ന് ആരാണോ മനസ്സിലാക്കിയിട്ടുള്ളത്, അങ്ങനെയുള്ള ഒരാളാണ് ജ്ഞാനി. അപ്പോൾ ഒരേ ഒരു പരമാത്മാവ് തന്നെയാണ് എന്നിലും നിന്നിലും ഈശ്വരനിലും അതുപോലെ തന്നെ സർവചരാചരങ്ങളിലും നായയിലും നരിയിലും ഒക്കെ പ്രകാശിക്കുന്നത് ഒന്നാണ്. ആ ഒന്നാണ് ഇവിടെ എല്ലാം പലതെന്ന രൂപത്തിൽ കാണുന്നതെല്ലാം ഒന്നാണ് എന്ന് ആരാണോ മനസ്സിലാക്കിയിരിക്കുന്നത്, അങ്ങനെ മനസ്സിലാക്കിയവരെയാണ് ജ്ഞാനി എന്ന് പറയുക. അപ്പോൾ ജ്ഞാനം സിദ്ധിച്ചവൻ, ഈ തത്വം മനസ്സിലാക്കിയിട്ടുള്ളവൻ എന്തെങ്കിലും കർമ്മത്തിൽ ഏർപ്പെട്ടാലോ, ഇനി ഒരു കർമ്മത്തിലും ഏർപ്പെട്ടില്ല എങ്കിലോ ഒരു കുഴപ്പമില്ല. ഈ ഒരു ജ്ഞാനം നേടിയിരിക്കണം. അങ്ങനെ ഉള്ളവൻ എന്ത് വന്നാലും എന്ത് ചെയ്താലും കുഴപ്പമില്ല, ചെയ്തില്ല എങ്കിലും കുഴപ്പമില്ല. അപ്പോൾ അല്ലാത്തവനെ സംബന്ധിച്ചിടത്തോളം എന്താ അവസ്ഥ? എന്ത് കാര്യത്തിൽ ചെന്ന് പെട്ടാലും കുരുക്കാണ്, എന്ത് കർമ്മത്തിൽ ചെന്ന് പെട്ടാലും കുരുക്കാണ്. ഒന്നഴിയുമ്പോൾ മുറുകുന്നു മറ്റൊന്ന് അല്ലേ? ഒരു കർമ്മത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് വേറൊരു കർമ്മം ചെയ്തു, അത് കഴിഞ്ഞിട്ട് വേറൊരു കർമ്മം ചെയ്തു. ഇങ്ങനെ കർമ്മക്കുരുക്കിൽ പെട്ടിരിക്കുകയാണ് ബാക്കി ജ്ഞാനിയല്ലാത്ത നമ്മളെപ്പോലുള്ളവരൊക്കെ. ഒന്നിനു പുറകെ ഒന്നായിട്ട് കുരുക്കുകൾ വീണുകൊണ്ടിരിക്കുകയാണ്. കുരുക്ക് പൊട്ടിക്കണമെങ്കിലോ ഈ ജ്ഞാനം നേടുകയല്ലാതെ വേറെ മാർഗ്ഗമില്ല. അപ്പം അത് തന്നെയാണ് ഉദ്ധവനോട്
ശ്രീകൃഷ്ണ ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നത്, നീ ഈ അനാത്മവസ്തുക്കളെ എല്ലാം അനാത്മവസ്തുക്കളുമായിട്ടുള്ള താതാത്മ്യത്തെ ഉപേക്ഷിച്ചിട്ട് നീ അനാത്മവസ്തുവിനെ പരിത്യജിക്കൂ, എന്നിട്ട് ഈ സത്യത്തില് ഉറച്ചു നിൽക്കൂ. അപ്പോ അങ്ങനെ ആ സത്യത്തിൽ ഉറച്ചു നിന്നിട്ടുണ്ട് എങ്കിൽ ആത്മസ്വരൂപത്തെ അറിയാനായിട്ട് സാധിക്കും. അങ്ങനെ കണ്ടുകൊണ്ട് നീ ഭൂമിയിൽ സഞ്ചരിക്കൂ. നിന്നെ ദുഃഖം എന്നല്ല ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും നിനക്കുണ്ടാകില്ല. അപ്പൊ നോക്കൂ, നമ്മളുടെ പ്രശ്നങ്ങൾക്കൊക്കെ ഏറ്റവും ആത്യന്തികമായിട്ടുള്ള ഒരു പരിഹാരം എന്നുള്ളത് ഈ ജ്ഞാനം നേടി അതില് വ്യവസ്ഥിതമാകാനായിക്കൊണ്ടിട്ട് അതിലധിഷ്ഠിതമാകാനായിക്കൊണ്ടിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. ഭാഗവതത്തിൻ്റെ ഭാഷയിൽ മോക്ഷം എന്നുള്ളത് ഏതെങ്കിലും ഒരു ലോകത്തേക്കുള്ള പോക്കോ അല്ലെങ്കിൽ കുറേ കാലം കഴിഞ്ഞിട്ടോ അങ്ങനെയൊന്നും ഉള്ളതല്ല. ഭാഗവതം മോക്ഷത്തിന് നിർവചിക്കുന്നത് മുക്തിർഹിത്വാ അന്യതാരൂപം സ്വരൂപേണ അവസ്ഥിതഃ. ആരാണ് മുക്തിർഹിത്വാ അന്യതാരൂപം? അന്യമായിട്ടുള്ളതിനെയൊക്കെ പരിത്യജിക്കൂ. ഈ വേഷം കെട്ടുണ്ടല്ലോ, നമ്മൾ പല വേഷം കെട്ടാക്കി വെച്ചിരിക്കുകയാണ്. ഒന്നിന് മേലെ ഒന്നായി വേഷം കെട്ടാണ്. ഈ വേഷം കെട്ടെന്ന് വെച്ചിട്ടുണ്ട് എങ്കിൽ എല്ലാറ്റിനോടുമുള്ള താതാത്മ്യം ഉണ്ടല്ലോ, അതിനെയൊക്കെ പരിത്യജിച്ചിട്ട് സ്വരൂപേണ അവസ്ഥിതി, സ്വരൂപമായിട്ട് കഴിഞ്ഞുകൂടാനായിട്ട് ഇരിക്കുക. അങ്ങനെ ആയിട്ടുണ്ട് എങ്കിൽ ഇവിടെ എങ്ങനെ വന്നിട്ടുണ്ട് എങ്കിലും ഒരു തരത്തിലുള്ള പ്രശ്നവും ഉണ്ടാകില്ല. അപ്പം ആദ്യമേ തന്നെ ശ്രീകൃഷ്ണ ഭഗവാൻ ഉദ്ധവർക്ക് ഇത് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞപ്പോഴും ഉദ്ധവർ പറഞ്ഞു, സാധാരണക്കാർക്ക് ഇതൊക്കെ മനസ്സിലാകാൻ വലിയ ബുദ്ധിമുട്ടാണ് കൃഷ്ണ. സാധാരണക്കാർക്ക് മുക്തിർഹിത്വ അന്യതാരൂപം സ്വരൂപേണ അവസ്ഥ ഇതൊന്നും പറഞ്ഞാൽ സാധാരണക്കാർക്ക് മനസ്സിലായില്ല. ത്യാഗോയം ദുഷ്കരോ ഭൂമൻ കാമാനാം വിഷയാത്മഭിഹി. ഈ ലൗകിക വസ്തുക്കളിൽ മനസ്സ് വെച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ത്യാഗം എന്ന് കേൾക്കുമ്പോഴേ പേടിയാണ്, ബ്രഹ്മചര്യം എന്ന് കേട്ടാൽ അതിലും പേടിയാണ്, സത്യവും പേടിയാണ്, ഒക്കെ പേടിയാണ്, അല്ലേ? സന്യാസം, ജ്ഞാനം ഇതൊക്കെ വളരെ ദുഷ്കരമാണ്. അപ്പം അതുകൊണ്ട് എൻ്റെ കാര്യവും അങ്ങനെയൊക്കെ തന്നെയാണ് ശ്രീകൃഷ്ണ. ഞാനെന്നും എൻ്റേതെന്നും ഒക്കെയുള്ള ചിന്ത എന്നിലുമുണ്ട്. അപ്പം അതുകൊണ്ട് എളുപ്പത്തിൽ ഈ ജ്ഞാനം എങ്ങനെ നേടാൻ സാധിക്കും? ഇൻസ്റ്റൻറ്റ് കോഫി പോലെ വല്ലോ അവൈലബിൾ ആണോ കൃഷ്ണ? എല്ലാം എളുപ്പത്തിൽ വേണം. നമ്മൾക്കിപ്പോൾ ഫാസ്റ്റ് ഫുഡിൻ്റെയൊക്കെ കാലമാണ്. എളുപ്പത്തിൽ ഇവിടുന്ന് പോകുകയും ചെയ്യാം, അല്ലേ? ആ രീതിയിലാണ് കഴിച്ച് ഇതൊക്കെ ആയിട്ടുണ്ടായെങ്കിൽ. അപ്പോൾ അതുകൊണ്ട് എളുപ്പത്തിൽ ഉദ്ധവൻ ജ്ഞാനിയൊക്കെയാണ്. പക്ഷേ എങ്കിലും ഉദ്ധവന് ജ്ഞാനം വളരെയധികം ഉണ്ട്. എങ്കിലും ഉദ്ധവന് ഭക്തി ഉണ്ടാകാൻ വേണ്ടി ശ്രീകൃഷ്ണ ഭഗവാൻ ഒന്ന് ഗോകുലത്തിലേക്കൊന്ന് പറഞ്ഞു വിട്ടു. ആ കഥയൊക്കെ ഇവിടെ കഴിഞ്ഞുവല്ലോ, അല്ലേ? അല്ലേ? അതൊക്കെ പറഞ്ഞുവല്ലോ. ഗോകുലത്തിലേക്ക് പോയി ഗോപികമാരുടെ ആ ഭക്തി കണ്ടു കഴിഞ്ഞപ്പോൾ ഉദ്ധവർക്ക് മനസ്സിലായി ഭക്തി എന്താണ് എന്നുള്ളത്. അല്ലെങ്കിൽ ശ്രീകൃഷ്ണ ഭഗവാനോട് ഉദ്ധവരെ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുമായിരുന്നു, എന്തിനാ കൃഷ്ണ ഏത് നേരം ഇരുന്ന് കരയുന്നത്? ആ ഗോകുലത്തിലെ പെണ്ണുങ്ങൾ കുറച്ച് വെണ്ണയോ പാലോ ഒക്കെ തന്നിട്ടുണ്ടാകാം എന്ന് വെച്ചുകൊണ്ട് ഏത് നേരം ഈ ഓർത്തിരുന്ന് കരയേണ്ട കാര്യം വല്ലതും ഉണ്ടോ? അവർ കുറച്ച് വെണ്ണ തന്നു, പാല് തന്നു, ഒക്കെ ശരിയാണ്. അപ്പോൾ അവർ വെണ്ണയും പാലും ഒന്നും അല്ല കൊടുത്തത്, അതിനേക്കാളേറെ അവരുടെ മനസ്സാണ് ശ്രീകൃഷ്ണ ഭഗവാന് സമർപ്പിച്ചത് എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഉദ്ധവരെ ശ്രീകൃഷ്ണ ഭഗവാൻ ഗോകുലത്തിലേക്ക് അയച്ചിരുന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ശ്രീകൃഷ്ണനോട് ഉദ്ധവർ വന്ന് പറയുണ്ടായി, അവർ സ്നേഹിക്കുന്നത്ര അങ്ങ് അവരെ സ്നേഹിക്കുന്നില്ല എന്ന്. അവർ സ്നേഹിക്കുന്നത്ര ശ്രീകൃഷ്ണ അങ്ങ് അവരെ സ്നേഹിക്കുന്നില്ല എന്ന്. അപ്പം അങ്ങനെ ഭക്തിയാത്വ അനന്യാ ശക്യ അഹമേവം വിദോർജുന ജ്ഞാനം ദ്രഷ്ടും ച തത്വേന പ്രവേഷ്ടും ച പരം തവ. ഭക്തി ആർജിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ശ്രീകൃഷ്ണ ഭഗവാൻ ഉദ്ധവരെ ആ ഗോകുലത്തിലേക്ക് അയച്ചത്. എന്തായാലും അവരുടെ പ്രേമവും ഭക്തിയും ഒക്കെ കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലും ആ ഭക്തി കൂടി ഉണ്ടായെങ്കിൽ മാത്രമേ ഈ തത്വജ്ഞാനം ഗ്രഹിക്കാനായിക്കൊണ്ടിട്ട് നമ്മുടെ മനസ്സ് സജ്ജമാകുകയുള്ളൂ. ഭക്തനാണ് ഭാഗവതത്തെ ആശ്രയിക്കുന്നത് എങ്കിൽ അവൻ കുറച്ചു കാലം കഴിയുമ്പോൾ ജ്ഞാനിയായി മാറും. ഇനി ജ്ഞാനിയാണ് ഭാഗവതത്തെ ആശ്രയിക്കുന്നത് എങ്കിൽ കുറച്ചു കാലം കഴിയുമ്പോൾ അവൻ ഭക്തനായി തീരും.
ഇത് രണ്ടും ഒന്ന് തന്നെയാണ്. ഈ ഭക്തിയുടെ രസം ഇല്ല എങ്കിൽ ജ്ഞാനവും ഇല്ല, ജ്ഞാനത്തിന് ഭക്തി ഇല്ല എങ്കിൽ അല്ലെങ്കിൽ ഭക്തന് ജ്ഞാനം ഇല്ല എങ്കിൽ ആ ഭക്തി മൂഢഭക്തിയാണ്. പിന്നെ അവൻ എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടുക എന്ന് പറയും, ആളുകളെയും തെറ്റിദ്ധരിപ്പിക്കും. ജ്ഞാനമില്ലാത്ത ഭക്തിയും കൊള്ളില്ല, ഭക്തിയില്ലാത്ത ജ്ഞാനവും കൊള്ളില്ല. ഇത് രണ്ടും വേണം. രണ്ടും ഒരേ നാണയത്തിൻ്റെ രണ്ട് വശങ്ങളാണ്. എന്തായാലും ഈ ഗീത, ശ്രീമദ് ഭഗവത്ഗീതയാണ് നമ്മളെപ്പോഴും കൂടുതൽ എന്നും തന്നെ ക്ലാസ്സുകളൊക്കെ ആയിട്ട്. അതുകൊണ്ടാണ് ഈ അർജുനൻ എന്ന് ഇടയ്ക്കിടയ്ക്ക് കയറി വരുന്നത്. ഒന്ന് മാറ്റിയാൽ മതി, അത്രേ ഉള്ളൂ. അതായത് ഭഗവാന്റെ ധർമ്മ സംസ്ഥാപനം പൂർണ്ണമാകണമെങ്കിൽ ഭഗവാൻ ഇവിടെ ഭഗവാന്റെ അവതാര ഉദ്ദേശം എന്തൊക്കെയാണ്? സാധുക്കളുടെ സംരക്ഷണം, അല്ലേ? പരിത്രാണായ സാധൂനാം, പിന്നെയോ വിനാശായ ച ദുഷ്കൃത, ദുഷ്ടജനങ്ങൾ. അതൊന്നും വലിയ പാടൊന്നുമില്ല. ശ്രീകൃഷ്ണ ഭഗവാന് ദുഷ്ടജനങ്ങളെ കൊല്ലാനായിട്ട് വല്ല പാടുമുണ്ടോ? കുട്ടി ഉണ്ടായപ്പോൾ മുതലേ തുടങ്ങിയ കർമ്മമാണ് അതൊക്കെ. അതൊന്നും അല്ല മെയിൻ ഉദ്ദേശം. എന്താ അത്? ധർമ്മ സംസ്ഥാപനം. എങ്ങനെയാ ധർമ്മത്തെ സംസ്ഥാപിക്കാനായിട്ട്, അല്ലെങ്കിൽ ധർമ്മത്തെ ഇവിടെ നിലനിർത്താൻ സാധിക്കുക എന്നാണെങ്കിൽ, ധർമ്മത്തെ നിലനിർത്തണമെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ടാണ് ഉപദേശം. ഉപദേശമാണ് ധർമ്മസംസ്ഥാപനം എന്നതുകൊണ്ട് ഉപദേശം, തത്വജ്ഞാനികൾ ഉണ്ടായാൽ മാത്രമാണ് ഇവിടെ. കാരണം ഈ തത്വം വേറെ ആരാ പറഞ്ഞു കൊടുക്കുക? അപ്പം അതാണ്, ഉപദേശങ്ങളിലൂടെയാണ് ഭഗവാൻ ധർമ്മ സംസ്ഥാപനം ചെയ്യുക. അതായത് ഉദ്ധവഗീതയിലൂടെയും അതുപോലെ തന്നെ മഹാഭാരതത്തിലെ ശ്രീമദ് ഭഗവത്ഗീതയിലൂടെയും. എന്തായാലും ഉദ്ധവൻ ഭഗവാനോട് തത്വജ്ഞാനം പരമായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. നാരായണം നരസഹം ശരണം പ്രപദ്യേ, അല്ലയോ ഭഗവാൻ, ഞാൻ അവിടുത്തെ ആശ്രയിക്കുന്നു. ആശ്രയിക്കാതെ ആർക്കും സാധിക്കില്ല, അല്ലേ? ഗുരുവിനെ വരിക്കാതെ, ഗുരുവിനെ ശരണം പ്രാപിക്കാതെ തദ്വിധി പ്രണിപാതേന പരിപ്രശ്നേന സേവയാ. ആരാണോ ഭഗവാന്റെ ഗുരുവായിട്ടുള്ള ഗുരുവും ഈശ്വരനും ഒന്ന് തന്നെയാണ്. അങ്ങനെയുള്ള ഗുരുവിൻ്റെ അടുത്ത് ചെന്ന് വേണ്ടുന്ന രീതിയിൽ നമസ്കാര സേവാദികൾ ചെയ്ത് ചോദ്യങ്ങൾ ചോദിച്ച് ആ ഗുരു പറയുന്ന ജ്ഞാനം സൂക്ഷ്മബുദ്ധിയാൽ മനസ്സിലാക്കി മുക്തി ഹിത്വാ അന്യതാരൂപം, അന്യമായിട്ടുള്ളതിനെയൊക്കെ മാറ്റി സ്വരൂപേണ അവസ്ഥിതി. ഇതാണ് ജ്ഞാനിയുടെ അവസ്ഥ. അപ്പം എന്തായാലും ആദ്യമേ തന്നെ അവധൂത ഉപദേശമാണ് പറഞ്ഞു കൊടുക്കുക. ഒരു ഗുരുവിനെ ആദ്യമായിട്ട് സ്വീകരിക്കണം. ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം എന്നുള്ളത് ഗുരു ഉണ്ടാകുക എന്നുള്ളതാണ്. ഇപ്പം ഇനിയിപ്പോൾ ഗുരുവിനെ കിട്ടിയില്ല എന്ന് ഓർത്തുകൊണ്ട് ആരും ദുഃഖിക്കേണ്ട. അതുകൊണ്ടാണ് ഈ ലോകത്തിൽ നാം തന്നെയാണ് ഏറ്റവും വലിയ ഗുരു എന്നുള്ളത്. നമ്മളുടെ അനുഭവങ്ങളിലൂടെ നമ്മൾക്ക് പലതും പഠിക്കാൻ സാധിക്കും, അല്ലേ? നമ്മളുടെ അനുഭവങ്ങളിലൂടെ നമ്മൾക്ക് പലതും പഠിക്കാൻ സാധിക്കും, നമ്മൾക്ക് കാണാൻ സാധിക്കും. നമ്മൾ ഒരു കുറച്ച് വയസ്സൊക്കെ ആയി കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ, ഒരു 10-70 വയസ്സൊക്കെ ആയി കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ മുത്തശ്ശിമാരുടെ മുഖത്തുള്ള ഒരു ചിരി കാണാം. അനുഭവത്തിലൂടെ പലതും പഠിച്ച് അവർക്ക് ദുഃഖം വന്നാലും സുഖം വന്നാലും ഒക്കെ ഒരേ രീതിയിലാകാനുള്ള ആ ഒരു മനഃപക്വത ഈശ്വരനെ ആരാധിച്ചിട്ടുണ്ടാകണം കേട്ടോ, അല്ലെങ്കിൽ ഈ ഒരവസ്ഥ എത്തില്ല. എന്തായാലും നമ്മളുടെ അന്തരാത്മാവ് അല്ലെങ്കിൽ നാം തന്നെയാണ് ഏറ്റവും ഗുരു. അപ്പോൾ ഗുരുവിനെ ശരണം പ്രാപിക്കണം. ഗുരു ഇല്ലാതെ ജ്ഞാനവും ഉണ്ടാകില്ല, ഗുരു ഇല്ലാതെ ഗതിയും ഉണ്ടാകില്ല. അപ്പോൾ അതുകൊണ്ട് ഇനി എത്ര ഗുരു ഉണ്ടായിട്ടും കാര്യമില്ല, നാം പഠിക്കാൻ തയ്യാറായില്ല എങ്കിലോ, അല്ലേ? നാം പഠിക്കാൻ തയ്യാറായില്ല എങ്കിൽ ആർക്കും നമ്മളെ പഠിപ്പിക്കാൻ പറ്റില്ല. നമ്മൾക്ക് പഠിക്കണം എന്നുള്ള ഒരു തയ്യാറെടുപ്പ്, അതിനായിട്ട് തയ്യാറായില്ല എങ്കിൽ എത്ര ആളുകൾ പഠിപ്പിച്ചാലും, അച്ഛനമ്മമാർ പഠിപ്പിക്കുന്നുണ്ടല്ലോ ഇവിടെ കുട്ടികളെ, നല്ല നല്ല സ്കൂളിൽ കൊണ്ടുപോയിട്ട് വിടുന്നുണ്ടല്ലോ, എന്നിട്ട് ഈ ലോകത്തിന് എന്തെങ്കിലും ഒരു മാറ്റം വന്നതായിട്ട് നിങ്ങൾ കാണുന്നുണ്ടോ? ഉണ്ടോ? പത്രം എടുത്ത് നോക്കുമ്പോൾ കാണുന്ന വാർത്തകൾ എന്തൊക്കെയാണ്? അപ്പോൾ ലോകം ഒരല്പം പോലും മാറിയിട്ടില്ല എന്ന് നമ്മൾക്ക് പറയാം. കാരണം അത് നമ്മൾ പഠിക്കാൻ തയ്യാറല്ല. നമ്മളുടെ അനുഭവങ്ങളിൽ നിന്നൊന്നും പഠിക്കാനായിട്ട് നാം തയ്യാറല്ല. ഇങ്ങനെ പഠിപ്പിക്കാനായിട്ട് നമ്മൾക്ക് പഠിക്കാൻ നാം ഒരുക്കമാണ് എങ്കിൽ നമുക്ക് നമ്മെ തന്നെ പഠിപ്പിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ പഠിക്കാൻ നമ്മൾ തയ്യാറാണ് എങ്കിൽ ഈ പ്രപഞ്ചത്തിൽ കാണുന്ന ഓരോ വസ്തുവിൽ നിന്നും നമ്മൾക്ക് പാഠങ്ങൾ പഠിക്കാൻ സാധിക്കും.
പക്ഷെ പഠിക്കാൻ തയ്യാറാവില്ലാത്തവനെ ആർക്ക് പഠിപ്പിക്കാൻ പറ്റും, അല്ലേ? അപ്പോൾ ജീവിതത്തിൽ ഗുരുവിൻ്റെ ആവശ്യമില്ല എന്നൊന്നും അല്ല കേട്ടോ ഇതിൻ്റെ അർത്ഥം. ഗുരുവിൽ നിന്ന് ശിക്ഷണം ലഭിച്ചാലും നാം അത് മനനം ചെയ്യുന്നില്ല എങ്കിൽ ജ്ഞാനം ലഭിക്കില്ല. ഏതുപോലെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചായയൊക്കെ എടുത്തു അതിൽ പഞ്ചസാര ഇട്ട് നല്ലതുപോലെ ഇളക്കിയില്ല എന്നാണെങ്കിൽ ആ ചായയിൽ മധുരം ഉണ്ടാകില്ല, അല്ലേ? അതുപോലെയാണ് നമ്മൾ നേടുന്ന ജ്ഞാനം. ഇപ്പോൾ ഇവിടെ എത്ര ദിവസമായി തുടങ്ങിയിട്ട് ഇതെല്ലാം നമ്മളിങ്ങനെ ഈ കാണാൻ പാടില്ല. ഈ പശുക്കളൊക്കെ പകൽ സമയത്ത് പെട്ടെന്ന് അവർ കഴിക്കും. പുല്ല് വെട്ടി അവർ ഉരുട്ടി വായിലേക്ക് ഇടും. എന്നിട്ട് രാത്രി ആകുമ്പോഴേക്കോ ഇങ്ങോട്ട് എടുക്കും, അല്ലേ? എന്നിട്ട് അവർ പിന്നെയാണ് അതിനെ ആസ്വദിച്ച് അതുപോലെ തന്നെ കുറേ കേട്ടത് കൊണ്ടല്ല കാര്യം. ആ കേട്ടതിനെ മനസ്സിലേക്ക് എടുത്തിട്ട് പിന്നീട് അതിനെ മനനം ചെയ്ത് ഉറപ്പിക്കണം. അപ്പം അതുകൊണ്ട് ഗുരു ഉണ്ട്, ശരിയാണ്. ഞാൻ ജ്ഞാനവും നേടി, അല്ലെങ്കിൽ ജ്ഞാനത്തെക്കുറിച്ച് ശ്രവണം ഞാൻ ധാരാളം ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് കാര്യമില്ല, മനനം ചെയ്യണം. മനനം ചെയ്താൽ മാത്രമേ ആ ജ്ഞാനം നേടുകയുള്ളൂ, അല്ലെങ്കിൽ ജ്ഞാനം ലഭിക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഗുരു പഠിപ്പിക്കുകയാണ് എങ്കിൽ ഇതൊക്കെ എനിക്ക് പണ്ടേ അറിയാം എന്നുള്ള ഭാവത്തിലാണ് നമ്മളുടെ ഇരിപ്പ്. ഇതൊക്കെ ഞാൻ എത്രയോ കേട്ടിരിക്കുന്നു, എത്ര ആചാര്യന്മാരെ കണ്ടിരിക്കുന്നു, എത്ര കേട്ടിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള ഒരു ഭാവമാണ് നമ്മളിലെങ്കിലും അത് നമ്മളിൽ ശോഭിക്കില്ല, ഈ ജ്ഞാനം ലഭിക്കുകയില്ല. പിന്നെ എന്താ വേണ്ടത്? ആത്മനോ ഗുരുരാത്മൈവ പുരുഷസ്യ വിശേഷതഃ. നാം തന്നെയാണ് നമ്മുടെ ഗുരു. അതുകൊണ്ട് പഠിക്കാൻ തയ്യാറാണെങ്കിൽ മാത്രമേ നമുക്ക് നമ്മെയും പഠിപ്പിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ നമ്മെ നാം തന്നെ പഠിപ്പിക്കണം. അങ്ങനെ വരുമ്പോഴോ ഏത് വസ്തു എടുത്താലും എന്തെങ്കിലും പഠിക്കാനുണ്ടാകും. ആ ഒരു പാഠമാണ് അവധൂത ഗീതയിലൂടെ ശ്രീകൃഷ്ണ ഭഗവാൻ നമ്മൾക്കായിട്ട് തരുന്നത്. അതിവിടെ എടുത്തിരുന്നുവല്ലോ, അല്ലേ? 24 ഗുരുക്കന്മാരുടെ കഥ പറഞ്ഞിരുന്നുവല്ലോ, പറഞ്ഞതാണ്, അല്ലേ? 24 ഓരോ ഇടത്തുനിന്നും എന്തൊക്കെയാണ് പഠിച്ചത് എന്നുള്ള കാര്യം, അല്ലേ? ഭൂമിയിൽ നിന്നും അഗ്നിയിൽ നിന്നും വായുവിൽ നിന്നും എല്ലാം എന്തൊക്കെ കാര്യങ്ങൾ പഠിച്ചു, അതെല്ലാം നമ്മൾ കണ്ടതാണ്. ഇനി അതിനുശേഷം, അതായത് ഈ അവധൂത ഗീതയിൽ നിന്നും പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഓരോരോ ഏതാണ്ട് 24 ഗുരുക്കന്മാരുടെ കാര്യങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ട്, എണ്ണി പറഞ്ഞിട്ടുണ്ട്. 24 അല്ല കേട്ടോ ഉള്ളത്, പറഞ്ഞുവല്ലോ. ജീവിതത്തിലെ ഓരോ നിമിഷവും ഓരോ പാഠമായിട്ട് നമ്മൾക്ക് എടുക്കാനായിട്ട് സാധിക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് പിന്നെ ഉദ്ധവർ ചോദിക്കുകയുണ്ടായി, ഭക്തിയെക്കുറിച്ച് എനിക്ക് വീണ്ടും വീണ്ടും പറഞ്ഞു തരൂ എന്ന് പറഞ്ഞു. സാധുസ്തവോത്തമ ശ്ലോകം മദഃ കീദൃഗ്വിദഃ പ്രഭോ ഭക്തിഃ ത്വയ്യുപയുജ്യേത ക്രീദൃശീ സദ്ഭിരാധൃതാഃ. ഭഗവാനെ, ഈ മഹാത്മാക്കൾക്ക് പോലും ഇത്രമാത്രം ആദരവുണ്ടാകുന്ന ഈ ഭക്തി ഉണ്ടല്ലോ, ആ ഭക്തിയെക്കുറിച്ച് എനിക്കൊന്ന് പറഞ്ഞു തരുമോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഈ ഭക്തിയെ എങ്ങനെ, ഭക്തി ഉണ്ടായിട്ടുണ്ട് എങ്കിൽ പിന്നെ നമ്മൾ ഭക്തി ഉണ്ടായെങ്കിൽ നമ്മളുടെ കാലം തെളിഞ്ഞു എന്നർത്ഥം. പിന്നെയോ ഒന്നിനെയും ഭയക്കേണ്ട ആവശ്യമില്ല. ഭക്തന് മനസ്സിലാകും ഭഗവാനാണ് അഭയമെന്ന്. ഭക്തനെ സംബന്ധിച്ചിടത്തോളം ഏതിനുമെല്ലാം ഭഗവാനാണ് ആശ്രയം. അങ്ങനെയുള്ള ഭക്തിയെ എങ്ങനെയാണ് കിട്ടുക എന്ന് ചോദിച്ചപ്പോൾ ഭക്തിയൊന്നും ഒരു സൂപ്പർ മാർക്കറ്റിലും അവൈലബിൾ അല്ല. ഭക്തിയെ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ഭക്തരോട് കൂടണം, അല്ലേ? ഭക്തിയുള്ളവരോട് കൂടണം. ഭക്തിയുള്ളവർ അവരുടെ ജീവിതചര്യകൾ കാണുമ്പോൾ, അവരുടെ ആനന്ദം കാണുമ്പോൾ, അവർ ജീവിക്കുമ്പോൾ, അവരുടെ ആ ഒരു സ്വാതന്ത്ര്യം കാണുമ്പോൾ നമ്മൾക്കും തോന്നും, അല്ലേ? ഇങ്ങനെ ആയിട്ടുണ്ട് എങ്കിൽ കൊള്ളാമല്ലോ. ഇവർക്ക് ജീവിതത്തിൽ എത്ര ദുഃഖം വന്നിട്ടും ഇവർക്കൊരു മാറ്റവും ഇല്ലല്ലോ എന്ന് തോന്നും, നമ്മൾക്ക് കാണുന്നവർക്ക് തോന്നും. അപ്പോൾ അങ്ങനെ ആ ഭക്തരെ കാണുമ്പോൾ, ഭക്തരോട് കൂടുമ്പോഴാണ് മഹദനുഗമലഭ്യ ഭക്തിരേവാത്ര സാധ്യ.
മഹാത്മാക്കളോട് ചേരുമ്പോഴാണ് ഭക്തിയെ കിട്ടുക, അല്ലേ? അങ്ങനെ ആ ഭക്തിയെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് സത്സംഗമാണ് വേണ്ടത്. സത്സംഗത്താലാണ്. അങ്ങനെ സത്സംഗത്തിൻ്റെ മഹിമ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ സത്സംഗം ചെയ്യൂ, മഹാത്മാക്കളുമായിട്ട് സമ്പർക്കം ചെയ്യൂ, മഹാത്മാക്കളുമായിട്ട് അവരെങ്ങനെയാണ് കഴിയുന്നത് അത് കണ്ടു പഠിച്ചിട്ടുണ്ട് എങ്കിൽ നമ്മൾക്കും ആ ഭക്തിയെക്കുറിച്ച്, അല്ലെങ്കിൽ ഭക്തി നേടാനായിട്ട് നമ്മളും ശ്രമിക്കും. നമ്മളിലേക്ക് നാം അറിയാതെ ആ ഭക്തി ഉണ്ടാകുകയാണ്. സത്സംഗത്തിൻ്റെ മഹത്വം അങ്ങനെയാണ്. ഇപ്പോൾ സത്തുക്കൾ ആരാ? സാധുജനങ്ങൾ. ഇനി അവിടെ അതാണ് നമുക്കൊന്ന് മനസ്സിലാക്കേണ്ടത്. ആരാണ് സാധു? സാധു എന്നുള്ള വാക്കിന് ഒരു വളരെ വളരെ വലുതായിട്ടുള്ള ഒരു അർത്ഥമാണ്. ആരാണോ ഇപ്പം നമ്മളുടെ നാട്ടിലൊക്കെ പറയാറില്ലേ, ഗതി കെട്ടാൽ പുല്ല് തിന്നും, അല്ലേ? എന്നാൽ എത്ര ഗതി കെട്ടാലും സാധു അധർമ്മം വിട്ട് പ്രവർത്തിക്കില്ല. അങ്ങനെയുള്ള ഒരാളാണ് സാധു. ഗതി കെട്ടാൽ പുല്ലും തിന്നുമായിരിക്കാം, പക്ഷേ എത്ര മാത്രം ജീവിതം വേണമെങ്കിൽ ഉപേക്ഷിക്കേണ്ടി വന്നാൽ പോലും സത്യത്തിൽ നിന്ന് പിന്മാറാത്തവർ, അങ്ങനെയുള്ളവരാ സാധു. അങ്ങനെയുള്ള സാധുക്കളുടെ വാക്കുകളാണ് കേൾക്കേണ്ടത്. സാധു എന്നുള്ള വാക്ക് കേട്ട ഒരു വേഷത്തിലോ അല്ലെങ്കിൽ വേഷം കണ്ടിട്ടോ അങ്ങനെയൊന്നും സാധുവിനെ നിശ്ചയിക്കാൻ പറ്റില്ല, അല്ലേ? സാധുവിൻ്റെ ആ ഒരു മഹത്വം മനസ്സിലാക്കണമെങ്കിൽ കൂടുതൽ അടുക്കണം. അപ്പോൾ ഓരോരുത്തരോട് കൂടുതൽ അടുക്കുമ്പോഴാണ് നമ്മൾ അവരുടെ മുഖം നല്ലതുപോലെ മനസ്സിലാക്കുക, സാധുവാണോ അസാധുവാണോ എന്നുള്ള കാര്യം, അല്ലേ? കൂടുതൽ അടുക്കുമ്പോഴാണ് ഞാൻ മഹാത്മാവാണെന്നാണ് കരുതിയത്. പക്ഷേ കൂടുതൽ അടുത്തപ്പോഴല്ലേ എനിക്ക് മനസ്സിലായത് ഇദ്ദേഹത്തിന് വളരെയധികം പണത്തിനോടും മറ്റു പലതിനോടും ഒക്കെ ആർത്തിയാണ്. അല്ലേ? നമ്മൾക്ക് പലപ്പോഴും കാണാം നമ്മൾക്ക് അവിടെയൊക്കെയാണ് തെറ്റുകൾ പറ്റുക. അപ്പോൾ ഇങ്ങനെയുള്ള സാധുക്കളുടെ വാക്ക് പറയുകയും അനുഷ്ഠിക്കുകയൊക്കെ ചെയ്യുമ്പോഴാണ് നമ്മളിലേക്കും ആ സാധുത്വം കടന്നുകൂടുക. അപ്പം അതുകൊണ്ട് ഇനി അത് കഴിഞ്ഞിട്ട് പിന്നീട് ആ അധ്യായത്തിൻ്റെ അന്ത്യത്തിൽ, അതായത് ഏതാണ്ട് 11-ാമത്തെ സ്കന്ധത്തിൽ അവസാനത്തെ അധ്യായത്തിൻ്റെ അവസാനമല്ല 30, 28 ഒക്കെ വരുമ്പോഴേക്കും ഭഗവാൻ പറഞ്ഞു കൊടുക്കുകയാണ്, ആധ്യാത്മിക രഹസ്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് യോഗവും സാങ്ക്യവും ജപവും സ്വാധ്യായവും വ്രതവും തീർത്ഥസ്നാനവും എല്ലാം എനിക്കായിക്കൊണ്ടിട്ട് നിങ്ങൾ സമർപ്പിച്ച് ചെയ്യൂ എന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു, സത്സംഗത്തെക്കാളും വേഗത്തിൽ ഈ മാർഗങ്ങളാലൊന്നും സത്സംഗത്തെക്കാളും വേഗത്തിൽ കിട്ടില്ല കേട്ടോ. സത്സംഗത്തിൻ്റെ മഹത്വം അത്രമാത്രമാണ്. തപസ്സിനേക്കാളും അതുപോലെ തന്നെ ഈ തീർത്ഥാടനത്തിന് പോകുന്നതിൻ്റെ ഉദ്ദേശം പോലും സത്സംഗം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. തീർത്ഥാടനത്തിന് നമ്മളൊക്കെ എങ്ങനെയാണ് ഇപ്പോൾ പോകുക? വെറുതെ വണ്ടിയൊക്കെ വിളിച്ച് പോകും, കുറേ ഫോട്ടോ, അവിടെയും സെൽഫി എടുക്കും, ഇവിടെയും സെൽഫി എടുക്കും, എന്നിട്ട് കുറേയൊക്കെ മടുത്ത് ആകെ ക്ഷീണിച്ച് വരും. പക്ഷേ അതല്ല തീർത്ഥാടനത്തിൻ്റെ ഉദ്ദേശം. തീർത്ഥസ്നാനങ്ങളിൽ മഹാത്മാക്കളുണ്ട്, മഹാത്മാക്കളുടെ ആശ്രമമുണ്ട്, ആശ്രമങ്ങളിൽ മഹാത്മാക്കളുണ്ട്. അവരുടെ അടുത്ത് ചെന്ന് ഈ ജ്ഞാനത്തെക്കുറിച്ച് ചോദിക്കൂ, അവർ പറഞ്ഞു തരും എന്താണ് ജീവിതത്തിൽ മനുഷ്യ ജന്മം കിട്ടിയിട്ട് എന്താണ് നേടേണ്ടത് എന്നവർ പറഞ്ഞു തരും. അങ്ങനെ സത്സംഗത്തിലൂടെയാണ് ആരൊക്കെ ഈ ആധ്യാത്മിക പാതയിലൂടെ സഞ്ചരിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ ആരൊക്കെ ഈ ആധ്യാത്മിക പാതയിലൂടെ സഞ്ചരിച്ചുവോ അവരെല്ലാം അവരോട് ചോദിച്ചാൽ നിങ്ങൾ എങ്ങനെയാ ഇങ്ങനെ ആയത് എന്ന് ചോദിച്ചാൽ ഒരു ഉത്തരമേ ഉള്ളൂ. എന്താ അത്? സത്സംഗത്തിലൂടെ. അല്ലാതെ വേറെ ഒരിടത്തുനിന്നും നമ്മൾക്ക് ഇങ്ങനെ ഈ മാർഗത്തിലേക്ക് വരാനായിട്ട് സാധിക്കുകയില്ല. അപ്പം അങ്ങനെ സത്സംഗം കൊണ്ട് എന്താ ഉണ്ടാകുക? വിഷയങ്ങളോടുള്ള ആസക്തി കുറയും. വിഷയങ്ങളോടുള്ള ആസക്തി കുറഞ്ഞിട്ടുണ്ട് എങ്കിലോ, വിഷയങ്ങളോടുള്ള ആസക്തി, വിഷയം എന്നൊക്കെ പറഞ്ഞാൽ എന്താ? കണ്ണിൻ്റെ വിഷയം രൂപം, കാതിൻ്റെ വിഷയം ശബ്ദം, അല്ലേ? കാതുകൊണ്ട് വളരെ വളരെ നല്ലതായിട്ടുള്ളത് കേൾക്കണം. കുനിഷ്ടം കുശുമ്പും ഒക്കെ ആണെങ്കിൽ വളരെയധികം ഇഷ്ടമാണ്, അല്ലേ? വേറെ ഒന്നും എനിക്ക് കേൾക്കണ്ട. അങ്ങനെയല്ല,
ഇതുപോലെ ഇന്ദ്രിയങ്ങൾ എല്ലാ ഇന്ദ്രിയങ്ങളെയും ഈശ്വരൻ വെച്ച് തന്നിരിക്കുന്നത് ഇങ്ങനെ പുറത്തേക്ക് ആക്കിക്കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഇവ പുറമേക്ക് പോകാനായിട്ട് ഇവയ്ക്കുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇതിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. അങ്ങനെ പോകുന്ന ഇന്ദ്രിയങ്ങളെയൊക്കെ പിടിച്ച് വലിച്ച് അന്തർമുഖമാക്കണം. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാൻ സാധിക്കണമെങ്കിലോ വിഷയാസക്തി കുറയണം. വിഷയാസക്തി എങ്ങനെയാ കുറയുക? സത്സംഗത്തിലൂടെ സാധിക്കുകയുള്ളൂ. സാധുജനങ്ങളുമായിട്ട് കൂട്ടുകൂടൂ. ആരാ സാധുക്കളെന്ന് പറഞ്ഞു കേട്ടോ. അധർമ്മത്തെ ചരിക്കുന്നവനെ സാധുവായിട്ട് കണക്കാക്കാൻ പറ്റില്ല. അത് അസാധുവാണ്, അസത്താണ്. നമ്മൾ കുട്ടിക്കാലത്തൊക്കെ നമ്മൾ വിചാരിച്ചിട്ടുണ്ട്, ഈ അമ്മ ഈ അസത്ത് എന്നൊക്കെ പറയുമ്പോൾ പിന്നെ മനസ്സിലായത് ഇവരൊക്കെ സംസ്കൃതം പഠിച്ചിട്ടുള്ളവരായിരുന്നു എന്ന്. അസത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയാകില്ല അല്ലേ, അതിൽ സത്യമില്ല. അപ്പോൾ സാധുവാകണം. സാധുവായിട്ടുള്ളവരോട് കൂട്ടുകൂടിയിട്ടുണ്ട് എങ്കിൽ നമ്മൾക്കും തോന്നും ഇവരുടെ കയ്യിലൊന്നും ഇല്ലല്ലോ, എന്നിട്ട് ഇവർ ഹാപ്പിയാണല്ലോ. നമ്മളിതുവരെ വിചാരിച്ചിരുന്നത് കുറേ വിഷയങ്ങൾ സമ്പാദിച്ച് വെച്ചിട്ടുണ്ട് എങ്കിലാണ് സന്തോഷം എന്നാണ്. അല്ല, ഒന്നുമില്ലാത്ത ഭക്തന് ഇവിടെ എത്ര ആനന്ദമാണ്. അപ്പം എന്താ ആനന്ദത്തിന് കാരണം? വേറെ എന്തോ അല്ലേ. അങ്ങനെ സാധുക്കളോട് കൂടുമ്പോൾ വിഷയാസക്തി കുറഞ്ഞു വരും. വിഷയാസക്തി കുറയുമ്പോൾ വിവേകം ഉണ്ടാകും. വിവേകം ഉണ്ടാകുമ്പോൾ ഈ എന്താണ് സത്യം, എന്താണ് അസത്യം എന്നുള്ളതൊക്കെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അങ്ങനെ ജ്ഞാതേ തത്വേ കഹ സംസാരഃ. തത്വം അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇവിടെ സംസാരമുണ്ടോ? ഇവിടെ ദുഃഖമുണ്ടോ? അതാണ് ഈ ഉദ്ധവ ഉപദേശത്തിലൂടെ മുഴുവനും ഭഗവാൻ ആ പറഞ്ഞു കൊടുക്കുന്ന ഒരേ തത്വത്തിലേക്കാണ്. മുക്തിർഹിത്വ അന്യതാരൂപം സ്വരൂപേണ അവസ്ഥിതി. അതായത് മുക്തി എന്നുള്ളത് സ്വരൂപം നാം ധരിച്ചിരിക്കുന്നത് ഇപ്പോൾ ഞാൻ ഈ കാണുന്ന ശരീരമാണ്, അല്ലെങ്കിലോ ഞാൻ ദുഃഖി എന്നൊക്കെ പറയുമ്പോൾ മനസ്സിൻ്റെ തലമാണ്. മനസ്സിലാണ് ഈ സുഖവും ദുഃഖവും ഒക്കെ അല്ലേ. അല്ലെങ്കിൽ ഞാൻ വളരെയധികം തടിച്ചിട്ടാണ്, അല്ലെങ്കിൽ മെലിഞ്ഞിട്ടാണ്, ഇതൊക്കെ ശരീരത്തിൻ്റെ തലമാണ്. എന്നെ അപമാനിക്കപ്പെട്ടു കേട്ടോ. എന്നെ അപമാനിക്കപ്പെട്ടത് നിന്നെ ബുദ്ധിക്കാണ്. അപമാനം, മാനാപമാനങ്ങളൊക്കെ ബുദ്ധിയുടെ ഫങ്ഷനാണ്, അല്ലാതെ നിന്നിലില്ല. ഇത് മനസ്സിലാക്കിയിട്ടുണ്ട്. ഞാൻ ആ പരമമായിട്ടുള്ള തത്വമാണ് എന്ന് മനസ്സിലാക്കണമെങ്കിൽ റൂട്ട് എങ്ങനെയാണ്? സത്സംഗം. വിഷയാസക്തി കുറഞ്ഞു വരും. വിഷയാസക്തി കുറയുമ്പോൾ വിവേകം കൂടും. ആ വിവേകം കൂടിയ വിവേകത്താൽ സത്തും അസത്തിനെയും ഒക്കെ നമ്മൾക്ക് തിരിക്കാനായിട്ട് സാധിക്കും. ഹംസപക്ഷിയെ പോലെ പാലും വെള്ളവും കൊടുത്തിട്ടുണ്ടെങ്കിൽ ഹംസപക്ഷി പാല് മാത്രം എടുക്കും. അതുപോലെ തന്നെ സത്തിനെ മാത്രം എടുക്കാനായിട്ട്, അറിയാനായിട്ട്, അനുഭവിക്കാനായിട്ട് സാധിക്കും. അങ്ങനെ ആയിട്ടുണ്ട് എങ്കിൽ സംസാരം ഇല്ലാതാകുന്നു. അങ്ങനെ ഈ സത്സംഗത്തിൻ്റെ പ്രഭാവം കൊണ്ട് എത്ര പേരാണെന്നറിയോ ഉദ്ധവ എന്നെ പ്രാപിച്ചിരിക്കുന്നത്. ആ ഒരു വേശ്യയായിട്ടുള്ള പിങ്കള അവർക്ക് പോലും സാധിച്ചുവെങ്കിൽ അല്ലേ. ഇനി അതല്ല എങ്കിൽ അജാമിളനാകട്ടെ, പക്ഷി മൃഗാദികൾ പോലും സത്സംഗത്താൽ മുക്തരായിട്ട് തീർന്നിരിക്കുന്നു. അതുകൊണ്ട് ഏത് ഭാവത്തിലാണെങ്കിലും വേണ്ടില്ല, മാമീകമേവ ശരണമാത്മാനം സർവദേഹിനാം യാഹി സർവാത്മഭാവേന മയാസ്യാഹ്യകുതോ ഭയഃ. അതുകൊണ്ട് ഭയമെല്ലാം കളഞ്ഞ് എന്നെ ശരണം പ്രാപിക്കുക. ഈ ഭഗവാനില്ലേ എല്ലാം നോക്കി നടക്കാനായിട്ട്. പിന്നെ എന്തിനാ ഇവിടെ ദുഃഖിക്കേണ്ട ആവശ്യം? എന്ത് കാര്യം വന്നാലും ഭഗവാനോട് പറഞ്ഞാൽ പോരെ. നമ്മൾക്ക് നമ്മളുടെ ആഗ്രഹങ്ങൾ നടക്കണം അല്ലേ. അവിടെയാണ് നമ്മളുടെ പിടിവലി നിൽക്കുന്നത്. ഞാൻ അടിച്ചെടുത്തൊക്കെ തന്നെ പോകണം. അവിടെയാണ് എല്ലാം ഭഗവാന് വിട്ടുകൊടുക്കൂ. എന്തൊക്കെ നടക്കുന്നുവോ അത് അവിടുത്തെ ഇച്ഛ. എനിക്ക് നിനക്കത് തരാൻ തയ്യാറല്ലേ ഭഗവാൻ? എനിക്ക് വേണ്ട. നീ എന്തൊക്കെ എനിക്ക് തരാൻ ഇച്ഛിക്കുന്നുവോ അതൊക്കെ നീ എനിക്ക് തന്നോളൂ, ഞാൻ പ്രസാദം പോലെ സ്വീകരിച്ചോളാം. പിന്നെയോ എപ്പോഴും എൻ്റെ മനസ്സ് നിന്നിലിരിക്കട്ടെ ഭഗവാൻ. ഈ ഒരു ഭാവം ഉണ്ട് എങ്കിൽ അതുകൊണ്ട് എല്ലാം ഭഗവാനാണ്. പരോക്ഷമായാലും അപരോക്ഷമായാലും ഈ കാണുന്നതും കാണപ്പെടാത്തതും എല്ലാം ഭഗവാൻ തന്നെയാണെന്നുള്ള ആ തത്വത്തിൽ ഉറച്ചു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ആദ്യമേ തന്നെ ഭാഗവതം പറയുന്നുണ്ട്, ഭാഗവതത്തെ ആശ്രയിച്ചിട്ടുണ്ട് എങ്കിൽ
ഈ സംസാരത്തിലൂടെ അങ്ങും ഓടാം, ഒരു പ്രശ്നം ഉണ്ടാകില്ല എന്ന്. ഏതുപോലെ എന്നൊരു ഉദാഹരണവും പറഞ്ഞിട്ടുണ്ടാകും മറ്റാചാര്യന്മാർ. പശുവിൻ്റെ കുളമ്പ് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ചെറിയ ഒരു പാടുണ്ടല്ലോ, ഒരു കുളമ്പ്, അതിൽ കുറച്ച് വെള്ളം കിടക്കുകയാണെന്ന് വെക്കുക. നമ്മൾ അത് അവിടുത്തെ ആ വെള്ളത്തെ കണ്ടിട്ട് ചാടിയൊക്കെ പോവുക, ഒരു പാടുമില്ല. അതിനെ അങ്ങ് മറികടക്കാനായിട്ട് നമ്മൾക്ക് ഒരു പാടുമില്ല. കാലിങ്ങനെ എടുത്തങ്ങ് പോയാൽ മതി അല്ലേ? ഇത്ര ലാഘവത്തോടു കൂടി പശുവിൻ്റെ കുളമ്പ് കൊണ്ടുണ്ടാക്കിയ ഒരു കുഴിയിൽ ഒരിച്ചിരി വെള്ളം കിടന്നു എന്ന് ഓർത്ത് അയ്യോ അതിൽ ഞാൻ മുങ്ങിച്ചാകുമോ എന്ന് ആരെങ്കിലും പേടിക്കുമോ? ഇല്ലല്ലോ. എത്ര ലാഘവത്തോടു കൂടി അതിലൂടെ കടന്നു പോകാൻ പറ്റും. അതുപോലെയാണ് ഈ തത്വം അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ ഇതുവരെ ഞാൻ കരഞ്ഞതൊക്കെ ഞാൻ എന്തൊരു പൊട്ടിയായിട്ടാണ്. ഇവിടെ ഒന്നുമില്ല ദുഃഖിക്കാൻ എന്നുള്ള ആ ഒരവസ്ഥയിൽ എത്താനായിട്ട് സാധിക്കും അമ്മമാരെ. കാരണം എന്തെന്ന് വെച്ചാൽ ദേവഹൂതി അമ്മയ്ക്ക് കഴിഞ്ഞില്ലേ? 10 മക്കളുണ്ടായിട്ടുള്ള ദേവഹൂതി അമ്മയ്ക്കും കഴിഞ്ഞു. സാധാരണ ഒരു അമ്മ അല്ലേ, വേറെ ഒരു പ്രത്യേകതയും ഇല്ലാത്ത ദേവകി അമ്മയ്ക്കും കുന്തി അമ്മയ്ക്കും ഒക്കെ സാധിച്ചു. അത് അവരുടെ അത്രയും വിശുദ്ധി നമ്മൾക്ക് ഉണ്ടാകില്ലായിരിക്കാം. പക്ഷെ ആ വിശുദ്ധി ഉണ്ടാകാനുള്ള ഒരു മനസ്സുണ്ട് എങ്കിൽ നമ്മൾക്കും അത് സാധിക്കും. അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നീട് സത്സംഗത്തിൻ്റെ മഹത്വം പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഹംസോപാഖ്യാനവും പറഞ്ഞു കൊടുത്തു. അതിനുശേഷം അതായത് ഹംസോപാഖ്യാനം എന്ന് വെച്ചിട്ടുണ്ട് എങ്കിൽ സോഹം ഹംസഹ, ഞാൻ അത് തന്നെയാകുന്നു എന്നുള്ള ആ ഒരു തത്വത്തിലേക്ക് എത്തിക്കുക. സനകാദികൾ ബ്രഹ്മാജിയോട് ചോദിച്ചപ്പോൾ ബ്രഹ്മാജിക്ക് പോലും സാധിച്ചില്ല അത് ആ കാര്യത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാനായിട്ട്. അപ്പോഴവിടെ ഭഗവാൻ തന്നെ വന്ന് ജ്ഞാനത്തെ ഉപദേശിക്കുന്ന ആ ഭാഗമുണ്ട്, ഹംസഗീത എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഹംസഗീതയും ഒക്കെ പറഞ്ഞതിന് ശേഷം ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള മാർഗം എന്താണ് എന്ന് ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. മയ്യർപ്പിതാത്മനാ സഭ്യ നിരപേക്ഷസ്യ സർവദഃ മയാത്മനാ സുഖം യത്തത് കുതസ്യാത് വിഷയാത്മനാം. മനസ്സ് എന്നിൽ അർപ്പിക്കുന്നതിലും ശ്രേഷ്ഠമായിട്ട് വേറെ ഒരു കാര്യവുമില്ല എൻ്റെ ഉദ്ധവ. ഏറ്റവും അങ്ങനെ ചെയ്യുന്ന ഭക്തനുണ്ടല്ലോ, ആ ഭക്തന് എൻ്റെ ആ ഒരു അനുഭവം അവന് നല്ലതുപോലെ ഉറയ്ക്കും. അതായത് അദ്ദേഹം അനുഭവിക്കുന്ന എല്ലാം ആത്മാനുഭൂതി, അതെല്ലാം ഞാൻ തന്നെയാണ് എന്നുള്ള ആ ഒരു കാര്യം അദ്ദേഹത്തിന് മനസ്സിലാകും. അങ്ങനെയുള്ള ഭക്തന് പിന്നെ എൻ്റെ പിന്നാലെ ഏതു നേരം വരേണ്ട ആവശ്യവും ഇല്ല, ഞാൻ അവൻ്റെ പുറകെ പോകും. അതാണ് ഭഗവാൻ പറയുന്നത്. പിന്നെ അവൻ അതായത് ഒരു വടക്കേ ഇന്ത്യയിൽ ഒരു കഥയുണ്ട്, ഒരു നാമദേവൻ്റെ കഥ. അതായത് ഒരു അനവധി ഭക്തന്മാർ, ഒരു ഭക്തൻ, ഞാനിപ്പോൾ കഥ കയറി വന്നതാണ്, ഇങ്ങനെ ക്ലാസ്സൊക്കെ എടുക്കുമ്പോൾ കയറി വരുമ്പോൾ നമ്മൾ ആ കഥയെ വിട്ട് കളയില്ല. അതായത് ഭക്തന്മാരെയൊക്കെ വിളിച്ച് ഭിക്ഷ കൊടുക്കുക എന്നുള്ളത് പതിവായിരുന്നു ഒരു ഭക്തന്. അപ്പോൾ ഇങ്ങനെ ഭിക്ഷയ്ക്കായിക്കൊണ്ടിട്ട് അനവധി ഭക്തന്മാർ വരും. അപ്പോൾ ആ ഭക്തന്മാരൊക്കെ ഭിക്ഷയ്ക്കായിട്ടിരിക്കും, ഇങ്ങനെ ഇലയൊക്കെ ഇട്ട് എല്ലാവരും നിരന്ന് ഇരിക്കുകയാണ്. ഭക്ഷണം കഴിക്കാനായിട്ട് തുടങ്ങിയപ്പോൾ ഒരു ഭക്തൻ വന്നിട്ട് പറഞ്ഞു, ഒരു കുലാലനുണ്ട്. കുലാലൻ എന്ന് പറഞ്ഞിട്ട് ഒരു തരത്തിലുള്ള ഭേദവുമില്ല കേട്ടോ, ഭക്തന്മാർ തമ്മിൽ ഒരു ഭേദവുമില്ല. കുലാലൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുംഭം ഉണ്ടാക്കുന്ന ആൾ അല്ലേ, കുടം ഉണ്ടാക്കുന്ന ആൾ. അപ്പോൾ ഈ കുലാലനോട് ചോദിച്ചു, ഒരു ഭക്തൻ വന്നിട്ട് ചോദിച്ചു, അതെ അങ്ങ് എങ്ങനെയാണ് ഈ കുടം പാകമായോ എന്നറിയാം? അപ്പോൾ പറഞ്ഞു, അതിങ്ങനെ തട്ടി നോക്കുമ്പോൾ നല്ലൊരു ശബ്ദം കേൾക്കും. ആ ശബ്ദം കേൾക്കുമ്പോൾ എനിക്ക് മനസ്സിലാകും കുടം പാകമായി എന്ന്. എന്നാൽ ഇവരൊക്കെ ഒന്ന് തട്ടി നോക്കും, ഇവരൊക്കെ പാകമായോ എന്നറിയണ്ടേ. ഇത് അങ്ങ് അറ്റത്തൊന്ന് തുടങ്ങിക്കോ, ഓരോരുത്തരെ വന്നിട്ട് ഇങ്ങനെ ഒന്ന് തട്ടി നോക്കൂ, തലക്കെട്ട് ഒരു കൊട്ട് കൊടുത്തിട്ട് ഒരൊച്ച കേട്ടിട്ട് മനസ്സിലാകാലോ കുടം പാകമായോ എന്ന്. അതുപോലെ തന്നെയാണ് ഇതൊക്കെ, ഒരു മണ്ണും കുടമാണെന്നേ, മണ്ണാങ്കട്ടയാണ് ഈ ശരീരം, കൊട്ടി നോക്കൂ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ ഇദ്ദേഹം വളരെ മഹത്വമുള്ള ഒരു ഭക്തനാണല്ലോ പറഞ്ഞത് എന്നോർത്തുകൊണ്ട് കൊട്ടി നോക്കി. നാമദേവൻ എന്നുള്ള ഒരു ഭക്തന് ഭഗവാൻ എപ്പോഴും ദർശനം കൊടുക്കാറുള്ള ഭക്തനാണ് നാമദേവൻ. ഈ നാമദേവൻ എന്നുള്ള ആ ഭക്തന് ഇഷ്ടപ്പെട്ടേ ഇല്ല ഭഗവാന്റെ ഈ ഭക്തൻ്റെ ഇവിടെ വീട്ടിൽ വിളിച്ചു വരുത്തി ഭിക്ഷയ്ക്കാണെന്ന് പറഞ്ഞിട്ട് അപമാനിക്കുക,
എന്നൊക്കെ മനസ്സിലിങ്ങനെ വിചാരം ചെയ്തു. ഇത് ശരിയല്ല, ഇയാൾ ആരാ, ഭക്തനാണോ എന്ന് തട്ടി നോക്കി അറിയാനായിട്ട് ഞാൻ എന്താ മണ്ണും കുടം വല്ലതുമാണോ, ഇങ്ങനെയൊക്കെ മനസ്സിൽ കൂടെ കടന്നുപോയി. എന്തായാലും അദ്ദേഹത്തിൻ്റെ അടുത്തെത്തിയപ്പോൾ ഇങ്ങനെ ഒന്ന് കൊട്ടി നോക്കിയിട്ട് പറഞ്ഞു, പാകമായില്ല എന്ന്. തലക്കിട്ട് കൊട്ടി നോക്കിയിട്ട് പറഞ്ഞു, പാകമായില്ല എന്ന്. നാമദേവനും ഉണ്ടായില്ലേ ഒരു ദുഃഖം. എല്ലാ ഭക്തന്മാരുടെയും മുമ്പിൽ ഞാനും ഒരു ഭക്തനാണെന്ന് കരുതി വന്നു. അപ്പോൾ സമക്ഷത്ത് പറയുകയാണ്, ഇത് പക്വമായിട്ടില്ല എന്ന്. എന്തൊരു ദുഃഖമായിരിക്കും എന്ന് ഓർത്ത് നോക്കൂ അല്ലേ. ഒട്ടനെ ഓടി ശ്രീകൃഷ്ണ ഭഗവാന്റെ അടുത്ത് ചെന്നു. വിട്ടല 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 ഭഗവാന്റെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, അതെ, ആ ഭക്തൻ പറയുകയാണ് എൻ്റെ തല കൊട്ടി നോക്കിയിട്ട് ഞാൻ പാകമായില്ല എന്ന്. നേരാ നാമദേവ. ഭഗവാനും പറഞ്ഞു നേരാന്ന്. ആഹാ, അങ്ങും ഇത് തന്നെ. അപ്പം അങ്ങ് അറിഞ്ഞോണ്ടാണത്. അപ്പം എനിക്ക് അങ്ങ് പ്രത്യക്ഷത്തിൽ ദർശനം തരുന്നുവല്ലോ. എന്നെക്കാളും വലിയ ഭക്തനുണ്ടോ? എനിക്ക് അങ്ങ് എപ്പോൾ വിളിച്ചാലും വിട്ടലാന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ മുമ്പിൽ അങ്ങ് വരുമല്ലോ. പിന്നെ അങ്ങേ ഞാനും പക്വമായിട്ടില്ല എന്ന് അങ്ങ് പറയുക. നീയും പക്വമായിട്ടില്ല, ഇനി എനിക്ക് ജീവിക്കണ്ട ഭഗവാൻ. പിന്നെ കുറച്ച് കരച്ചിലും പിഴിച്ചിലും ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഭക്തന്മാരങ്ങനെയാണ്, കുറച്ച് കരയും പിഴിയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ കുറച്ച് നേരം കഴിയുമ്പോൾ അവർക്ക് നല്ല ബുദ്ധി വരും. അപ്പോൾ ചോദിക്കും, ഭഗവാൻ ഇനി പക്വമാകാനായിട്ട് ഞാൻ എന്ത് ചെയ്യണം? ഗുരുവിനെ വേണം. ഗുരു വേണേ. എന്നാൽ പിന്നെ ആരെ ഇനി ഗുരുവായിട്ട് കിട്ടുക? നിന്നേക്കാളും വലിയ ഗുരു വേറെ വല്ലയിടത്തുണ്ടോ? ഭഗവാനല്ലേ ഗുരുവായിട്ടുള്ളത്. സാരമില്ല, ഗുരുവുണ്ട്. നീ ഇന്ന സ്ഥലത്ത് പോയാൽ മതി. ഒരു ക്ഷേത്രം, ശിവക്ഷേത്രമുണ്ട്, അവിടെ ഒരു വയസ്സായിട്ടുള്ള ഒരാൾ കിടപ്പുണ്ട്. ഈ കഥ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ ആരും തല്ലരുത് കേട്ടോ. കുറച്ച് ഡീപ്പായിട്ടുള്ള കഥയാണ്. മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കണം, വിവാദമൊന്നുമല്ല. ഓക്കെ, ഇതൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിലാണ് നമ്മൾ യഥാർത്ഥ ഭക്തരാകുക. എന്നിട്ട് ഈ നാമദേവൻ പോകുകയാണ് ക്ഷേത്രത്തിൽ. ഭഗവാൻ പറഞ്ഞു കൊടുത്ത ക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞപ്പോൾ അവിടെ കാണുന്നത് എന്താണെന്നറിയോ? ഒരു വയസ്സായിട്ടുള്ള ഒരാൾ ശിവലിംഗത്തിൻ്റെ പുറത്ത് കാലും വെച്ച് ഇങ്ങനെ കിടന്നുറങ്ങുന്നുണ്ട്. അപ്പോൾ നാമദേവന് തോന്നി, ശിവലിംഗത്തിൻ്റെ പുറത്താ കാല് വയ്ക്കുക? ഇങ്ങനെ എന്തുട്ടാ ഈ കാട്ടുന്നത്? ശിവലിംഗത്തിൻ്റെ പുറത്ത് കാലും വെച്ച് കിടന്നു, ഇതൊരു മഹാ അപരാധം ഇദ്ദേഹം ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞ് ഇദ്ദേഹത്തോട് പറഞ്ഞു, അതെ, അങ്ങ് ആ കാല ശിവലിംഗത്തിൻ്റെ പുറത്തൊന്നൊന്ന് ഇറക്കി വെക്കൂ എന്ന് പറഞ്ഞപ്പോൾ ഈ വയസ്സായിട്ടുള്ള ആള് കണ്ണു തുറന്നിട്ട് ചോദിച്ചു, എന്നാ ശിവലിംഗം ഇല്ലാത്തടത്ത് തന്നെ അങ്ങ് എൻ്റെ കാലെടുത്ത് വെച്ചാലും എന്ന് പറഞ്ഞു. അപ്പം പെട്ടെന്ന് നാമദേവൻ ചെന്ന് ഇദ്ദേഹത്തിൻ്റെ കാലെടുത്ത് വെക്കാൻ തുടങ്ങിയപ്പോൾ അവിടെയും ഒരു ശിവലിംഗം വന്നു. അപ്പോൾ നാമദേവന് കാര്യം മനസ്സിലായി, എല്ലായിടത്തും ഭഗവാൻ തന്നെയാണ്. ഇവിടെ എത്രത്തോളം കാലം ഭേദം കാണുന്നുവോ അത്രത്തോളം കാലം ഉപനിഷത്ത് പറയുന്നു, വീണ്ടും വീണ്ടും പുനരഭി ജനനം, പുനരഭി മരണം, വീണ്ടും വീണ്ടും മൃത്യുവിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ എന്നാണോ ഇവിടെ എല്ലാം ഒന്നാണ്, ആ ഒന്നിൽ തന്നെ അധ്യസ്ഥമായിട്ടുള്ളതാണ് ഇതെല്ലാം എന്ന് എന്നത്തോളം കാലം വരെ നമ്മൾ മനസ്സിലാക്കുന്നില്ലയോ അത്രത്തോളം കാലം വരെ നമ്മളുടെ ഈ യാതനകളോ അല്ലെങ്കിൽ ഈ ദുഃഖമൊന്നും അവസാനിക്കില്ല. അപ്പോൾ ഈ നാമദേവനപ്പോൾ മനസ്സിലായി എല്ലാം ഭഗവാനാണെന്നുള്ള ആ തത്വം മനസ്സിലായി കഴിഞ്ഞപ്പോൾ പിന്നെ 2 ദിവസത്തേക്ക് നാമദേവനെ കാണണില്ല. ഭഗവാൻ ചോദിച്ചു, നാമദേവൻ ഇപ്പോൾ വരണില്ലല്ലോ എൻ്റെ അടുത്ത്, പിന്നെ ഞാൻ അങ്ങോട്ട് പോകാം. എന്നിട്ട് ഓർത്തിട്ട് ഭഗവാൻ ചെന്നു, നാമദേവ ഇപ്പം എന്താ എൻ്റെ അടുത്ത് വരണില്ലാത്തത്? അപ്പോൾ പറഞ്ഞു, ഇനി എന്നെ പറ്റിക്കാൻ പറ്റില്ല, ഇത്രയും നാളെന്നെ വിഡ്ഢിയാക്കി, ഇനി എനിക്ക് പറ്റില്ല, ഇത്രയും കാലം എന്നെ വിഡ്ഢിയാക്കി, ഇനി എനിക്ക് മനസ്സിലായി അങ്ങ് എൻ്റെ കൂടെ ഉണ്ടെങ്കിലും കുഴപ്പമില്ല, ഇല്ലെങ്കിലും കുഴപ്പമില്ല, എല്ലാം അങ്ങ് തന്നെയാണ്, എല്ലാം ഈശ്വരൻ എന്നറിയാതെ, എല്ലാം ഈശ്വരൻ എന്നറിയാതെ. പറയൂ ബാക്കി. ഞങ്ങളങ്ങനെ കളിയാക്കൊന്നും വേണ്ട, ഞങ്ങൾക്കറിയാമല്ല അല്ലേ. അല്ലലൊടുക്കാൻ വഴിയില്ല, എല്ലാം ഈശ്വരനാന്ന് അറിയാത്തിടത്തോളം കാലം വരെ മാത്രമേ ഉള്ളൂ ഈ ദുഃഖവുമൊക്കെ. അതുകൊണ്ട് ഭക്തി തന്നെയാണ് ഏറ്റവും പരമമായിട്ടുള്ള ശ്രേയോമാർഗം. ഭക്തി കൊണ്ട് 2 കാര്യങ്ങളും ഒപ്പം നടക്കുകയാണ്. ഒന്നാമത്തത് എന്താ? മനസ്സ് പരിശുദ്ധമാകുന്നു. ഭക്തി കൊണ്ട് പരിശുദ്ധമാകുന്ന പോലെ
വേറെ ഒന്നുകൊണ്ടും പറ്റില്ല കേട്ടോ. ഭക്തി കൊണ്ട് പരിശുദ്ധമായിട്ടുള്ള മനസ്സിൽ പരമാത്മ സ്വരൂപത്തെക്കുറിച്ച് ബോധവും ഉണ്ടാകുന്നു. അപ്പോൾ ഭക്തി രണ്ട് കാര്യത്തെയാണ് തരുന്നത്. ഒപ്പം രണ്ട് കാര്യം സംഭവിക്കും. മനസ്സിനെ പരിശുദ്ധവുമാക്കും, അതോടൊപ്പം തന്നെ ആ ഒരു പരമാത്മ സ്വരൂപത്തെക്കുറിച്ചുള്ള ബോധവും ഉണ്ടാക്കുന്നു. അങ്ങനെ ഭക്തി ഹൃദയത്തിൽ ഉണ്ടാകുമ്പോൾ ആ ഭക്തൻ വാഗ്ഗദ്ഗതയാ ദ്രവതേ യസ്യ ചിത്തം രുദത്യഭീക്ഷ്ണം ഹസതി ക്വചിച്ച വിലജ്ജ ഉദ്ഗായതി നൃത്യതേച്ച മദ്ഭക്തിയുക്തോ ഭുവനം പുനാതി. അങ്ങനെയുള്ള ഭക്തന്മാർ തന്നെ മാത്രമല്ല ലോകത്തെ മുഴുവനും ഭുവനം പുനാതി, ഭുവനം, ഈ ഭുവനം മുഴുവനും അവർ ശുദ്ധമാക്കുകയാണ്. അങ്ങനെ ഭഗവാൻ സ്പഷ്ടമായിട്ട് പറഞ്ഞിരിക്കുകയാണ് ഭക്തിയുടെ മഹത്വം. മനസ്സ് ആർദ്രമാകാതെ, ശരീരത്തിലെ പുളകങ്ങൾ അല്ലേ രോമാഞ്ചമുണ്ടാകാതെ, ആനന്ദാശ്രുക്കൾ പൊഴിയാതെ, മനസ്സ് ആർദ്രവമാകാതെ മനസ്സിനെവിടെയാ ശുദ്ധി കിട്ടുക? അപ്പം ഇതൊക്കെ സംഭവിക്കണമെങ്കിൽ ഭാഗവതത്തെ ആശ്രയിക്കണം. ഭാഗവതത്തെ ആശ്രയിക്കുമ്പോൾ നാം അറിയാതെ തന്നെ ഈ രണ്ട് കാര്യങ്ങൾ നടക്കും. മനസ്സ് ശുദ്ധമാകും, പരമാത്മജ്ഞാനവും ഉണ്ടാകും. ഇതുണ്ടായില്ല എങ്കിൽ ആശ്രയിക്കുന്ന രീതി ശരിയല്ല, വേറെ എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് ആശ്രയിക്കുന്നതെന്നാണ് അർത്ഥം. ഇതെല്ലാം ഉണ്ടാകുന്നത്, ധനമൊക്കെ ഉണ്ടാകുന്നതെങ്കിൽ അത് വേറെയാണ്. വേറെ എന്തിനു വേണ്ടിയിട്ട്? ഭഗവാൻ കൽപ്പക വൃക്ഷമാണ് ഭഗവാൻ. ആ വൃക്ഷത്തിൻ്റെ ചോട്ടിൽ ചെന്നിട്ട് എന്തു ചോദിച്ചാലും തരും, അല്ലേ? പക്ഷേ ഈ ധനം കൊണ്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കൊണ്ടോ ഇവിടം കൊണ്ട് പോകും, ഇവിടം കൊണ്ട് പോകേണ്ടി വരും. അപ്പോൾ മക്കളെ കൊണ്ട് ഇവിടം വരെ ഈ ലോകത്ത് അല്ലെങ്കിൽ ഒരു പിതൃലോകം വരെ ഉള്ള പുണ്യങ്ങൾ വേണേൽ മക്കൾ തന്നിരിക്കും. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ട് തീരും. ക്ഷീണേ പുണ്യേ മർത്യലോകം വിശന്തി. പുണ്യം കഴിയുമ്പോൾ വീണ്ടും ഇങ്ങോട്ട് തന്നെ ഈ വരണ്ട വരും. വീണ്ടും സ്കൂളിൽ പോകാൻ ആർക്കെങ്കിലും ഇഷ്ടമുണ്ടോ? ഇനി സ്കൂളിൽ പോകാനായിട്ട് എൻ്റെ അമ്മമാരെ ഇനി ആ പഴയ എത്ര കഷ്ടം അല്ലേ, നമ്മളൊക്കെ പറയും എത്ര കഷ്ടപ്പെട്ടിട്ട് ഇനിയും തിരിച്ചു പോകാൻ ആ കാലത്തിലേക്ക് പറ്റുമോ? അപ്പോൾ ഇവിടുന്ന് ഈ ജ്ഞാനം നേടാതെയാണ് പോകുന്നതെങ്കിൽ പിന്നെയും വരും. ഇതിനു വേണ്ടിയിട്ട് സ്കൂൾ ബാഗുമൊക്കെ എടുത്തുകൊണ്ട് പിന്നെയും പോകണം, അല്ലേ? അപ്പോൾ ഇനി ഒരു ജന്മത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് എന്താ വേണ്ടത്? ഈ ജ്ഞാനം നേടിയിട്ട് തന്നെ പോകുക. അല്ലെങ്കിൽ ഈ മനുഷ്യജന്മം വളരെ വ്യർത്ഥമായി തീർന്നു എന്ന് മഹതോ വിനഷ്ടി. ഇവിടെ വെച്ചിത് നേടിയില്ല എങ്കിൽ ഒരു ജന്മത്തെ നമ്മൾ ഇല്ലാതെയാക്കി. അതുകൊണ്ട് ഇത് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഈ 9 അല്ലെങ്കിൽ 10 സ്കന്ധങ്ങളിലൂടെ ഭാഗവതം നമ്മളെ ഇങ്ങനെ കൈപിടിച്ച് കൊണ്ടുവന്നത്. ഏകാദശത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ്. കഥകൾ കേട്ട്, ശ്രീകൃഷ്ണ കഥകൾ കേട്ട് മനസ്സ് നിരോധ അവസ്ഥയിൽ എത്തിച്ചേർന്നു. നിരോധ അവസ്ഥ എന്ന് വെച്ചിട്ടുണ്ടെങ്കിലോ ചിത്തവൃത്തികളൊക്കെ ഭഗവാനിൽ മാത്രമായിട്ട് കേന്ദ്രീകരിച്ചിരിക്കുന്ന അവസ്ഥയാണ് ഭാഗവതത്തിൻ്റെ ഭാഷയിലെ നിരോധം എന്നുള്ളത്. ഇപ്പോൾ ഭഗവാനിലേക്ക് മാത്രമാക്കി തീർത്തു മനസ്സ്. അങ്ങനെയുള്ള മനസ്സ് പരിശുദ്ധമായപ്പോൾ ഈ ജ്ഞാനവും കൂടി അങ്ങോട്ട് കൊടുക്കുകയാണ്. അപ്പോഴോ പരമാത്മ ബോധവും ഉണ്ടായി. ഇത് രണ്ടുമായിട്ടുണ്ട്. പിന്നെ വേറെ എന്തെങ്കിലും വേണോ? വിഷയാധ്യായതശ്ചിത്തം വിശേഷു വിഷജ്ജതേ മാമനുസ്മരകശ്ചിത്തം മയ്യേവ പ്രവിലീയതേ. വിഷയങ്ങളെ ഇങ്ങനെ മനസ്സിലിട്ട് ധ്യാനിച്ചുകൊണ്ട് അനുസന്ധാനം ചെയ്തുകൊണ്ട് ഇരുന്നിട്ടുണ്ട് എങ്കിൽ വിഷയങ്ങളുടെ പിടിയിൽ പെട്ടുപോകുകയുള്ളൂ. അതേസമയത്ത് ശ്രീകൃഷ്ണ ഭഗവാനെയാണ് മനസ്സിലൂടെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിലോ. അതുകൊണ്ട് ഈ സപ്താഹവേദിയിൽ ഇത്രമാത്രം കൃഷ്ണനെ വെച്ചിരിക്കുന്നത്. എവിടെ നോക്കിയാലും മനസ്സ് കൃഷ്ണനിലേക്കാകട്ടെ, മനസ്സ് ഭഗവാനിൽ അർപ്പിക്കുമെന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ മനസ്സ് ഭഗവാനിലേക്ക് ആക്കാൻ വേണ്ടിയിട്ടാണ്. എവിടെ വേണമെങ്കിലും നോക്കിയിട്ടുണ്ട് എങ്കിൽ അതേ തലത്തിലുള്ള കാര്യങ്ങളെ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. ആ മനുസ്മരകശ്ചിത്തം മയ്യേവ പ്രവിലീയതേ. മനസ്സ് ഭഗവാനിൽ അർപ്പിക്കുക. അത് കഴിഞ്ഞ് പിന്നീട് പലതരത്തിലുള്ള സിദ്ധികളെയൊക്കെ, ഭക്തന്മാർക്ക് ഈ സിദ്ധികളിലൊന്നും വലിയ താല്പര്യമൊന്നും ഉണ്ടാകില്ല. താല്പര്യം ഉണ്ടെങ്കിൽ അവൻ ഭക്തനുമല്ല. അത് കഴിഞ്ഞ് ഭഗവാന്റെ വിഭൂതികളും ശുദ്ധമായിട്ടുള്ള ജ്ഞാനവും ഭക്തിയും ഒക്കെ പറഞ്ഞു കൊടുത്ത്, ഭക്തിയോഗവും കർമ്മയോഗവും ജ്ഞാനയോഗവും ഒക്കെ എത്രമാത്രം ബൃഹത്താണെന്നറിയോ ഈ ഉദ്ധവഗീത എന്നുള്ള ആ പോർഷൻ. ഓരോ ശ്ലോകം എടുത്ത് പഠിക്കേണ്ടതാണത്. ഭാഗവതത്തെ ആശ്രയിക്കുന്നവർ ഓരോ ശ്ലോകവും എടുത്തിട്ട്, നമ്മൾക്ക് പഠിക്കാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല കേട്ടോ.
എത്ര ഭംഗിയായിട്ടാണ് പണ്ഡിറ്റ് ഗോപാലൻ നായർ അതിന് വ്യാഖ്യാനം ചമച്ച് വെച്ചിരിക്കുന്നത്. മലയാളിക്ക് ഇവിടെ ഒന്നിനും ഒരു ബുദ്ധിമുട്ടും ഇല്ല. അതേസമയത്ത് ഈ നമ്മളുടെ ആ മലയാളത്തിലുള്ള പണ്ഡിറ്റ് ഗോപാലൻ നായരുടെ ആ ഒരു വ്യാഖ്യാനം പോലെ ഒരൊറ്റ ഗ്രന്ഥം ഇംഗ്ലീഷിലില്ല, ഒരൊറ്റ ഗ്രന്ഥം ഇല്ല. ഒന്ന് ഓർത്ത് നോക്കൂ, മലയാളിയുടെ ഒരു ഭാഗ്യം. മലയാളത്തിലുണ്ടായ പോലെ മഹാത്മാക്കൾ ഒരു നാട്ടിലും ഇല്ല. ശങ്കരാചാര്യ ഭഗവാനും അല്ലേ, എത്ര 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 പേരാണ്, ഞാൻ പേരെടുത്ത് പറയുന്നില്ല. ഭാഗവതത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ എത്ര എത്ര ആചാര്യന്മാരാണ് അല്ലെ. കേരളത്തിൻ്റെ മുക്കും മൂലയിലും സപ്താഹങ്ങൾ നടക്കുന്നു. ഏതമ്മയ്ക്ക് അമ്മയോട് ചോദിച്ചാലും ഭാഗവത കഥകൾ അറിയാം. മലയാളിക്ക് വളരെ വലുതായിട്ടുള്ള ഭാഗ്യമാണ് ആ കാര്യത്തിൽ. അങ്ങനെ എന്താ ഭക്തിയും സാങ്ക്യവിവേകം ഭിക്ഷുഗീതയും ഒക്കെ പറയുന്നത്, ഇതൊക്കെ ഓരോരോ ശ്ലോകം എടുത്തിട്ട് പഠിക്കേണ്ട കാര്യങ്ങളാണ്. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം, ഈ ഉപദേശങ്ങളെല്ലാം തീർന്നതിന് ശേഷം ഭഗവാൻ ഉദ്ധവരോട് പറയുകയാണ്, ഞാൻ നൽകിയ ഈ ജ്ഞാനം ഉണ്ടല്ലോ, അത് എൻ്റെ ശിഷ്യന്മാർക്കും എല്ലാം ഉപദേശിക്കണം. നോക്കൂ, ഭഗവാൻ യദുകുല വംശത്തിൻ്റെ നാശവും ഉറപ്പാക്കിയിട്ടാണ് സ്വധാമത്തിലേക്ക് പോയത്. പക്ഷേ ഉദ്ധവർക്കൊരു കുഴപ്പമുണ്ടായില്ല. അതാണ് ആത്മജ്ഞാനിയുടെ പ്രത്യേകത. നമ്മുടെ കുട്ടികളോടൊക്കെ അല്ലെങ്കിൽ നമ്മുടെ അമ്മമാരോടൊക്കെ കുഞ്ഞിനെ ഒന്ന് സാന്ദീപനിയിലേക്ക് അയച്ച് ഒരു ബ്രഹ്മചാരിണിയാക്കുമോ അല്ലെങ്കിൽ ഒരു ബ്രഹ്മചാരിയാക്കുമോ എന്നൊക്കെ ചോദിച്ചാൽ പറയും, അയ്യോ എല്ലാവരും അങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ ലോകം എങ്ങനെ നിലനിൽക്കും എന്നൊക്കെ. എല്ലാവരും പോയിട്ട് ഒരു ഗ്രാമത്തിൽ നിന്ന് പോലും ഒരാളെ കിട്ടില്ലേ അവിടെ. അപ്പോൾ നോക്കൂ, എല്ലാവരും തീർന്നാലും ആത്മജ്ഞാനിയെ ഭഗവാൻ നിലനിർത്തും. എന്തിനു വേണ്ടിയിട്ടാണ്? ഈ ജ്ഞാനമാണ് ഈ ലോകത്തിന് ആവശ്യം. എല്ലായിടത്തും എല്ലാ ചരാചരങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന തത്വം ഒന്നാണ്. അത് തന്നെയാണ് ഞാൻ, എന്നിൽ അധിഷ്ഠിതമാണ് ഈ കാണുന്നതെല്ലാം എന്നുള്ള ഈ ജ്ഞാനം നല്ലതുപോലെ മനസ്സിലാക്കിയാൽ പിന്നെ ഇവിടെ ഒരു പ്രശ്നമില്ല. അത് മനസ്സിലാക്കി കൊടുക്കുക, മനസ്സിലാക്കി കൊടുക്കുക, ഇതേ ഒരു ഡ്യൂട്ടി മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇവിടെ ഇപ്പോൾ ഭഗവാൻ തന്നെ പറയുന്നുണ്ട്, ഞാൻ ഒരാളിവിടെ ഒരാളെയും പഠിപ്പിക്കുന്നുമില്ല, ഒന്നും പഠിക്കുന്നുമില്ല. പക്ഷെ ഭാഗവത പഠനവുമായിട്ട് അവൻ എന്നും കഴിഞ്ഞു കൂടുന്നുണ്ട് എങ്കിൽ അവൻ വേറൊന്നും ചെയ്യണ്ട, അവനൊരു വിളക്ക് പോലും കൊളുത്തണ്ടെന്നാണ്. അവൻ ഭാഗവത പഠനവുമായിട്ടാണ് കഴിഞ്ഞു കൂടുന്നതെങ്കിൽ അത്ര മഹത്വമാണ് ഈ ഭാഗവതത്തിൻ്റെ ശ്രവണ മനനാദികൾ. അങ്ങനെ ഭഗവാൻ ഉപദേശം എല്ലാം കഴിഞ്ഞ് പോകാൻ നേരത്ത് ശുഗബ്രഹ്മർഷി നമസ്കരിക്കുന്ന ഒരു ശ്ലോകമുണ്ട്. ഭവഭയം അപഹന്തും ജ്ഞാന വിജ്ഞാനസാരം നിഗമകൃതുപജഹ്രേ ഭൃംഗവദ്വേദസാരം അമൃതമുദദിദശ്ചാപായയത് ഭൃത്യവർഗാൻ പുരുഷമൃഷഭമാദ്യം കൃഷ്ണസജ്ഞം നതോസ്മി. ഭൃത്യന്മാർക്ക് ഈ ജ്ഞാനാമൃതത്തെ പാനം ചെയ്യിപ്പിച്ച ശ്രീകൃഷ്ണ ഭഗവാനായിക്കൊണ്ടിട്ട് ഞാൻ നമസ്കരിക്കുന്നു എന്ന് പറയുന്ന ഒരു ഭാഗം ശുഗബ്രഹ്മർഷിയുടെ ഒരു നമസ്കാരമാണത്. അത് കഴിഞ്ഞിട്ട് പിന്നീട് ഉദ്ധവരെ ഭഗവാൻ പറഞ്ഞു വിടുകയാണ്, എൻ്റെ ഭാഗവത ധർമ്മത്തെ ആശ്രയിച്ചിട്ട് ജ്ഞാനനിഷ്ഠനായി നീ നിൻ്റെ സ്വരൂപത്തിൽ തന്നെ സ്ഥിതി ചെയ്യുക. ഇങ്ങനെ പറഞ്ഞ് ഉദ്ധവരെ യാത്രയാക്കി. ഇതേ ഉപദേശം തന്നെയാണ് ദാരുകനെ ആയിക്കൊണ്ടിട്ടും പറഞ്ഞു കൊടുക്കുന്നത്. ഇനി അതെല്ലാം കഴിഞ്ഞിട്ട് ഏകാദശ സ്കന്ധം സമാപിക്കുകയാണ്. ഇത്തം ഹരേർ ഭഗവതോ രുചിരാവതാര വീര്യാണി ബാലചരിതാനി ച ശന്തമാനി അന്യത്ര ചേഹജശ്രുതാനി ശൃണോൻ മനുഷ്യോ ഭക്തിം പരാം പരമഹംസ ഗതൗ ലഭേത. ഇങ്ങനെ ഈ ഭഗവത് അവതാരത്തെയും അതുപോലെ തന്നെ ബാലകൗമാര ലീലകളെയും ഒക്കെ കേൾക്കുന്നവർക്ക് ഭക്തി ഉണ്ടാകുന്നു. പരമഹംസഗതി, പരമഹംസന്മാരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സന്യാസത്തിനും അതീതമാണ് പരമഹംസന്മാരുടെ അവസ്ഥ. സന്യാസം പലതരത്തിലുണ്ട്, കുടീചകന്മാർ, ബഹൂതകന്മാർ, പരമഹംസന്മാർ. അപ്പം ഈ പരമഹംസ പദവിയാണ് ഏറ്റവും വലിയ ഒരു അവസ്ഥ, നേടിയെടുക്കാവുന്നതിൽ വെച്ചിട്ട് ഏറ്റവും വലിയ അവസ്ഥ. അതിലെത്തിച്ചേരും ഭക്തന്മാർ. ഒന്നുമില്ലാത്ത ഭക്തന്മാരെ ഈ ഭഗവാന്റെ കഥയൊക്കെ കേട്ടേ ഒന്ന് ഓർത്തു നോക്കൂ. ഭക്തരാകുക എന്നുള്ളത് ചുരുങ്ങിയ ഒരു കാര്യമാണോ? അല്ലേ? ഏറ്റവും വലുതായ കാര്യമാണ് ഭക്തി ഉണ്ടാകുക എന്നുള്ളത്. ഭക്തി ഉണ്ടായാൽ എങ്ങനെയാണ് ഭക്തി ഉണ്ടാകുക? സത്സംഗത്തിലൂടെ മാത്രമേ ഭക്തി ഉണ്ടാകുകയുള്ളൂ.